الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أرحم الراحمين يا رب سبحانه وتعالى. നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ നാളിലാണ് നമ്മളുള്ളത്. റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സാലിഹീങ്ങളിൽ അല്ലാഹു എല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇന്നലെ ഒരു മനുഷ്യൻ നന്നാവുകയുള്ള അവനെ അവൻ്റെ ബദലാക്കുകയുള്ള ഒരു വഴിയാണ് ചന്ദ്രൻ. ഓർമ്മണ്ടാകത്തിൽ മുഷാറത്വം ചെന്നത് അവനെ അവനൊട്ടിയ പ്രതിജ്ഞ ആക്കിയോണ്ട് അവനൊട്ടിയ അവനെ മുണ്ടിയൊട്ടി നാൻ ഇണ്ട് മൈത്തോളെ എങ്ങനെക്കും അത് കേട്ടുപോകുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ ആക്കുള്ളതല്ല. ഇടക്ക് ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിനെ പറ്റി എ.കെ. ഉസ്താദ് എഴുതിയത് പിന്നെ ചൊല്ലുകയും കാന ഖുൽഖുഹു വൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനായിട്ട് ചെല്ലുമ്പോൾ അതുപോലെ പിൽക്കാലത്ത് ജീവിച്ചെങ്കിൽ ധാരാളം മഹാന്മാരുള്ള ഖുർആന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ട് ആ സമയത്ത് അത് കണ്ട് ധാരാളം ആൾമാർ നന്നായ ചെമ്മ ആൾമാർ അതുകൊണ്ട് ഉപകാരം കിട്ടിയിട്ട് എം.എ. ഉസ്താദിനെ പറ്റിയ എ.കെ. ഉസ്താദിന്റെ രീതിയിലേക്ക് വന്നിട്ട് കഴിഞ്ഞ 30 വർഷത്തോളം ഈ വലിയ ആളിലൊട്ടിയ കൂടിയ പനോളോലമാണ് പണ്ഡിതന്മാരുടെ പ്രകാശം വെച്ചെടുത്ത് ആ ഒരു മഹാന്റൊട്ടിയ കൂടിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എത്രേ, അതാണ് വിഷയം. കാനപ്പൊറുപ്പുറങ്ങാറ്റൊന്നെങ്കിൽ സാമാന്യമായിട്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു 2 നാൾ ഞങ്ങളൊട്ടിയ ഒരാൾ കൂടിയെങ്കിൽ പിന്നെ അവൻ പോയി ചെല്ലുക എന്തൊരു ബലായി ഭാവമാണ്. റിസൾട്ട് അതാണ്. പിന്നോർത്ത് ഞങ്ങളൊട്ടിയ കൂടിയെങ്കിൽ എന്തൊരു മനുഷ്യഭാവമാണ്. അയാളുടെ എണ്ണതല്ലാണ്ട് ദൈവത്തല്ലാണ്ട് വേറെ വിശേഷം. പിന്നോർത്തണ്ട കൂടിയും ഇങ്ങനെ സാമാന്യമായി ഞങ്ങളെ ബതുക്കുടെ പറ്റിയ നമ്മെ അച്ഛനാക്കുമ്പോൾ പിന്നോർത്ത് ചെന്നിട്ടല്ല പ്രശ്നം. എൻ്റെ ಬಗ್ಗೆ നാണേ അച്ഛനാക്കുമ്പോൾ അച്ഛനാക്കണം. അതൊക്കെയാണ് മുഷാറത്താറ്റം നിബന്ധന. നണ്ടൊട്ടിയെ ഞാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ ഏറ്റവും വലിയ സമസ്യ അതാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ചെന്ന പോലെ ഗസാലി ഇമാമുടെ ഇഹ്യാഉലുദ്ദീൻ 4 പാർട്ടും ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാർ പിന്നെ പറഞ്ഞ ആൾമാർ ഇഹ്യാഉലുദ്ദീൻ ഓതിയിട്ട് വിലായത്തർ മർത്തബത്തിൽ എത്തിയ ആൾമാരുള്ള ഇഹ്യാഉലുദ്ദീൻ ചെന്നെങ്കിൽ ഗസാലി ഇമാമുടെ 11 വർഷത്തെ യാത്രയിൽ എല്ലാം വിട്ടുപോയി. അത്യന്തം വേണ്ട. അങ്ങനെ പോകേണ്ട യാത്രയുടെ നടുൽ രചിച്ചെങ്കിലത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥാണ് ഇഹ്യാഉലുദ്ദീൻ. ഇഹ്യാഉലുദ്ദീൻ കൊണ്ടാണ് ഞങ്ങളെ ഖൽബ് ഹയാത്താവുക. ഇഹ്യാഉലുദ്ദീൻ ദീന്റെ വിജ്ഞാനങ്ങളെ ഹയാത്താക്കണേണ്ട അതിനർത്ഥം. അതിനെല്ലാം ഖൽബിന്റെ വകയാണ് ചൊല്ലുന്നത്, തന്റെ വകയാണ് മുണ്ടിയോട്ടുള്ളത്. AD 1111 ഗസാലി ഇമാം വഫാത്താവുന്നത്. 1000 വർഷം കഴിഞ്ഞ് 1000 വർഷത്തിടക്ക് അങ്ങനത്തെ ഒരു ആലിം വന്നിട്ടേ ഇന്നും ലോകത്തുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഗസാലി ഇമാമുടെ വിജയത്തെ കണ്ടിട്ട് ചന്താക്കിയിട്ടാണ് ചെന്നോണ്ടുള്ളൂ. അങ്ങനെ മനസ്സ് കൈയിട്ട് മുണ്ടിയ ആളാണ് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ കൂട്ടത്തിൽ പെട്ടതാണ്. പലപ്പോഴും നമ്മൾ കേട്ട വിഷയമാണ്. ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ബഗ്ദാദിൽ വലിയ യൂണിവേഴ്സിറ്റിയിൽ ദർശനത്തോണ്ടി ഇന്ത്യത്തിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റി, ലോകത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനത്ത് എത്ര ഉണ്ടെങ്കിൽ അതിനാട്ടി വലിയ യൂണിവേഴ്സിറ്റി ഖലീഫമാരുടെ അണ്ടറിൽ ബഗ്ദാദിലിരിക്കുമ്പോൾ അതിന് ചെറിയ വയസ്സിൽ 25 വർഷത്തിൽ ഉൾഗമേ അവിടെ പ്രിൻസിപ്പാളാവുക തൗഫീഖ് കിട്ടിയ ആളാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. അത്രത്തോളം ആരോഗ്യമായിട്ടുള്ള ഗസാലി ഇമാം പ്രിൻസിപ്പാളായപ്പോൾ ആ ഇമാം ഗസാലി ഖൽബിന്റെ എങ്ങനെയായിട്ട് വഴിപാട്ടിയ ആളാണ് ലോകം. ഗസാലി ഇമാമുടെ കിതാബ് ഓതിയിട്ട് ഞാൻ ഓതുമ്പോൾ ഞാൻ വിചാരിക്കില്ല ഇത് എൻ്റെ വയ്യമേ വന്നോണ്ടുള്ളേ. ഞാൻ എന്തെല്ലാം വിചാരിച്ചിട്ട് എല്ലാം എൻ്റെ സമയത്ത് ചെന്നിട്ട് പോകുമ്പോൾ വരെ ഗസാലി ഇമാമുടെ എതിർന്ന് ഞാൻ കിട്ടിയെങ്കിൽ എൻ്റെ എഡിറ്റാണ് വിളിച്ചിട്ട് നിന്റെ ഇത് സമായിട്ടില്ലേ.
അത് ഓതിയിട്ട് അതുപോലത്തെ ചില കിതാബുകൾ ഓതുമ്പോൾ നമുക്കും മന്ദജാവുള്ളൂ അങ്ങനെ സമായിക്കാൻ. അപ്പൊ ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടെ പ്രിൻസിപ്പാളായി വന്നപ്പോ അവിടെ എത്രയാളാണ് ഗസാലി ഇമാമിനെ ആദരിക്കൂ, ഗസാലി ഇമാമിനെ ബഹുമാനിക്കൂ എത്ര ആൾമാർ, അയാളെ കൈചുംബിക്കൂ എത്ര ആൾമാർ, കൈപിടിക്കൂ എത്ര ആൾമാർ. സുബ്ഹാനല്ലാഹ്, ഭയങ്കരാണ്. എത്രയാണ് പൈസ, എത്രയാണ് ബംഗാർ, ഭയങ്കര ഇത് വലിയ ആളാണ്, ആദരിക്കപ്പെടുന്ന ആളെ ചില്ലറാലത്തുള്ള ലോകത്ത് അങ്ങനത്തെ ഒരു ഇമാം പിന്നെ വന്നിട്ടുണ്ടോ? അത്രയും വലിയ ആളാണ്. ഇന്നും മുതഅല്ലിമീന ദർസ് ഓതുമ്പോ ചെല്ലാറ് നവ്വിർ ഇലാഹസ് സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാമിൻ നാസി ഗസാലി. അല്ലാഹുവേ, എല്ലാവർക്കുള്ള ഇന്ത്യത്തിലുണ്ടല്ല എവിടെയുമുള്ള മുതഅല്ലിമീന ദർസ് പഠിക്കുമ്പോ മുക്കാൽ അംശ ദർസിലും ഏകദേശ ദർസിലും ഉലമാവ് ചെല്ലാറ് അല്ലാഹുവേ ഗസാലി ഇമാമുടെ ഖൽബ് നീ വെളിച്ചം കൊടുത്ത പോലെ ഞങ്ങളെ കൽബും നീ വെളിച്ചം തരണോ, അതിനാണ് വിജയമുള്ളത്. അപ്പൊ ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അങ്ങനെ ബഗ്ദാദിൽ പ്രിൻസിപ്പാളായി നടന്നുകൊണ്ടിട്ട് ഭയങ്കര ഗൗജിയാണ്, ആൾമാർ ഭയങ്കര ഉള്ളാറ്. ഒരു നാൾ ആൽച്ചനാക്കിയിട്ട് ഇതെല്ലാം നല്ല നാശത്തിലാണ് എത്തുവാട്ടിലെ. അതേ സമയത്ത് ഒരാളെ കൈപിടിച്ച് മുത്തുറുത് കണ്ടെങ്കിൽ നാണഭിപ്രായം ചെല്ലുകൊണ്ട് അയാൾ നാശത്തിൽ, അയാളെ പറ്റി പഠിച്ചോണ്ടും അയാൾക്കാണ് ഗൊത്തു, അതല്ല. പക്ഷേ പലപ്പോഴും ആദരവും സ്റ്റേജും ബാക്കി കാര്യങ്ങളെല്ലാം മനുഷ്യരെ നാശത്തിലെത്തുവാണ്. സ്ഥാനങ്ങൾ, മാനങ്ങൾ, അതെല്ലാം എന്തിനവിടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ ഇബ്ലീസ് വേണ്ട. നാനേ വലിയവനും ചൊല്ലെങ്കിൽ എത്ര ബോധം പലപ്പോഴും പണ്ടുണ്ട്. അതുകൊണ്ട് ചികിത്സാക്കളുണ്ടാകും. എത്രമോ തിങ്കൾ മുതൽ നടന്ന സമ്മേളനത്തിൽ സ്റ്റേജിൽ പറ്റുവാട്ടി പറയാൻ ചൊന്നുണ്ട്. ഹിന്ദു കലാട്ടാരുടെ ആൾമാറുള്ള ചർച്ചാക്കളൊക്കെ എന്റെ ആൾമാറുള്ള അവിടെ പോയപ്പോ ഞങ്ങളെ വിളിച്ചിട്ട് മേടിച്ചു തന്നിട്ട് ഞാൻ ചൊന്നിട്ട് കലാട്ടാക്കേണ്ട ആൾമാരെ പലക്ക ഞങ്ങളെ കാതിൽ കേട്ടാ. അത് കേൾക്കും വന്നത് അവിടെ എന്തൊരു നേതാവുറപ്പ്, ഇങ്ങനത്തെ നേതാവുടെ കീഴിൽ അനുയായില്ലെങ്കിൽ അവനും അങ്ങനെ അവിടെ. അപ്പൊ അങ്ങനത്തെ മുസീബത്ത സ്റ്റേജിൽ പത്തുവാട്ടി എന്ത് ബേജാറാവുള്ളൂ. ഈ വലിയ ആളവിടെ ചൊല്ലത് ഒത്തുകിട്ടും ചൊല്ലതെല്ലാം ഞങ്ങൾ വലിയ ആളായണ്ടല്ല അതിനർത്ഥ ഞങ്ങളുടെ നാശത്തെ അത് കൊണ്ടുപോകൂ. ഭയങ്കര ജാഗ്രതയിൽ അതിനെ വർധനാക്കണോളൂ. ഗസാലി ഇമാം വിചാരിച്ചത് വലിയ വിഷയാണ്, കൈമുത്തിക്കൊണ്ടുള്ളാറ്, ഭയങ്കരമാക്കിക്കൊണ്ടുള്ളാറ്. ഇതെന്തോ ആവല ഗസാലി ഇമാം ചിന്തിച്ചിട്ട് ഇതാവല നാട്ടിലായ ഹജ്ജിന് പോകണ്ടേ പുറത്തായി. ഹജ്ജിന് പോകണ്ടോ? ഹജ്ജിൽ എപ്പോ പോണേ അൽബ് കൽങ്ങിൽ പിന്നെ ഹജ്ജിന് പോകണം. ഹൈക്ക് മുന്നോട്ട് ഹജ്ജിന് പോയെങ്കിൽ പ്രിയപ്പെട്ട മോമിനികളെ ഞങ്ങൾ നല്ല പത്ത് ആൾമാരാക്കിയ പോലെ ഗസാലി ഇമാം ഹജ്ജിയെ പോണ്ടേ, ഓണ്ടപ്പ ലാസ്റ്റ് പോണ്ടേ. ഈ ബഗ്ദാദിനെ വിട്ടുപോയിട്ട് പോണത്തെ വർഷച്ചുത്തു ഗസാലി ഇമാം ഇറങ്ങിപ്പോണ്ടു. എവിടെ ഇറങ്ങിപ്പോണ്ടേ? എത്രയും വലിയ സ്റ്റേജിൽ ഇന്നെങ്കിലത്തെ ആള് 300-400 ആളുകൾ ദർശനത്തോണ്ട് ഇന്നെങ്കിലത്തെ വലിയ ആൾ അർച്ചനാക്കിയിട്ട് ഇത് നിന്റെ നാശത്തിൽ എത്തുവാണ്ടിയോണ്ടുള്ളൂ, നിന്റെ ഉൾക്കമേ ഇവർ വന്നോണ്ടുള്ളൂ അല്ലേ. അത് വന്നെങ്കിൽ പോയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നാൾ മിമ്പർക്ക് വന്നിട്ട് അയാളെ പറഞ്ഞു, ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ലോകം പേര് കേൾക്കുമ്പോ ബർക്കിളങ്കത്തെ ആള് ഇസ്രാ പണിക്കും കൈസറും പിറക്കുന്നതാ, മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ, ഈജിപ്തിലെ മുഖൗഖിസ് രാജാവും പേര് കേട്ടിട്ട് പേടിയായിട്ട് അങ്ങനത്തെ ആൾ എന്തൊരായിട്ടിക്കോ നമുക്കത് ഊഹിക്കുക പോലും സാധ്യത. ലൗ സലക ഉമർ ഫജ്ജൻ മാ സലക ലൗ സലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമർ ഒരു തെർക്ക് വത്തിയെങ്കിൽ ആ തെറിൽ പിന്നെ ശൈത്താനില്ല. അങ്ങനത്തെ പേടിക്കിടക്കത്തെ ആളാണ് ശൈത്താൻ. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ഹൈവേ വത്തിയെങ്കിൽ പിന്നെ ആ തെറിൽ ശൈത്താനില്ല. ഉമറിനെ കൊണ്ട് ശൈത്താൻ പറഞ്ഞു. അങ്ങനത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആൾമാർക്ക് അങ്ങനെയാണ്. എത്ര കണ്ട് വിവരം കൂടുക, വിഷയങ്ങൾ പഠിക്കിടാറ അത്ര കണ്ടവരുടെ തഖ്വ കൂടണോ, പേടി കൂടണോ, പേടിയോടോ മറിയുന്നതാണ് സ്വർഗത്ത് പോയാണ്ട് അല്ല ചെന്ന്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ മേൽ വത്തിയിട്ട് അയാളെ വയ്ക്കണേ അയാളുടെ ഒരു ഏതെങ്കിലും ഒരാൾക്ക് ഇതാക്കുവോ സാധ്യമാണ്. PM വിജയബോർഡ്, CM വിജയബോർഡ് ചെറിയ സ്ഥാനം കിട്ടിയ ഒരാൾക്ക് അവന്റെ ಬಗ್ಗೆ ചൊല്ലും സാധ്യമാണ്. അവർക്ക് അപ്പോഴും തോന്നുന്നേ നാളെ എവിടെ എത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാൻ ചെല്ലുന്ന നാണാറ് ബന്ധുണ്ടാകും. ഇപ്പൊ മുസ്ലിം ഖലീഫ അത് ചെല്ലില്ല, നാണിവിടെ മറുഭൂമിയിൽ ആടുമേ ചൊല്ലുന്ന ആളാണ്. നമുക്ക് എത്ര ആൾമാർ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയല്ല ചൊല്ലും സുറാജി. കീഴിഞ്ഞ് വന്നപ്പോ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അയാൾ ചെന്നു, ഇത് നിങ്ങൾക്ക് സമായില്ല, ഇങ്ങനെ എന്ത് ചൊല്ലുന്നില്ല, നീ ഖലീഫ ഇത്ര വലിയ ആളല്ല, മുസ്ലിം ലോകത്തെ ഖലീഫല്ലേ, മിമ്പറിൽ പറ്റി ഇങ്ങനെയുള്ള ചട്ടമാണ്. അപ്പൊ ചന്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാനൂറ് പത്തി ഇങ്ങനെ മുണ്ടാണ്ട് തെച്ചപ്പ നിന്റെ മനസ്സിൽ നിന്റെ എന്തൊരു ചന്തുണ്ടാ, നീ പാട് വന്നുണ്ടാ അന്ത അമീറുൽ മുഅ്മിനീൻ, നീ മുഅ്മിനീൻ അമീറല്ലേ എന്ന് ഉൾക്കൊള്ളുകമേ അയാളെ മനസ്സിൽ ചെന്നുണ്ടോ.
അങ്ങനെ ചെന്നപാട് ഈ മനസ്സ് പാടപടി പാട്ടോളൂ. ഈ നഫ്സ് സമയമില്ലേ തന്റെ വെടക്കാക്കിയോണ്ടോ നന്നാക്കിരല്ല ഞങ്ങൾ വിചാരിച്ച നന്നാക്കിരല്ല തന്റെ വെടക്കാക്കിട്. അതുകൊണ്ട് പത്തിട്ട് എല്ലാ ആൾമാരെ വന്നത് ചെന്ന് നാനാറ് കൂടെ ആട് മേച്ചുകൊണ്ട് ആൾമാരെ വന്നത് പറച്ചു കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നത്. അപ്പൊ അങ്ങനെ പലപ്പോഴും അങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹജ്ജിന് കൊണ്ടേ ചൊല്ലുമ്പോൾ ഇതെല്ലാം വിട്ടു. അപ്പോ ഒരു കാര്യം ഞങ്ങൾ ആക്കുമ്പോ അത് റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടിയില്ലാണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാണ്. 5 പൈസയുടെ പ്രയോജനം പണിയാക്കിയിട്ട് മാത്രമാണ് റിസൾട്ട്. എന്തിനാ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് കൊണ്ടേ ചൊല്ലു ഭർത്താവോട് ഉടവ് മനസ്സില്ല അയാളെ. പക്ഷേ ഹജ്ജി കൊണ്ടാൽ അങ്ങനെ വിളിച്ചു വെക്കണേ അങ്ങനെ ഭർത്താവിന്റെ കൊണ്ട് ഹജ്ജിന് കൊണ്ടുള്ള ഓടി ഇങ്ങനെ ഒരു മുസാഫിറായിട്ട് ലോക പ്രശസ്തനായ ആലിമാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. ലോക ചരിത്രത്തിൽ അങ്ങനത്തെ ഒരാളെ നാം കണ്ടില്ല. അത്രയും വലിയ ആളാണ് മുഹമ്മദ് ഗസാലി റഹിമഹുല്ലാഹ്. ഇറാനിലാണ് ഖബറുള്ള തൂസുല പേർഷ്യക്കാരനായ വലിയ ആലിമാണ് ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. ചെന്നല്ലേ അതിൽ പിന്നെ വന്ന ആൾമാർ അയാളെ കിട്ടാവ് നോക്കിയിട്ടാണ് ഔലിയായി ഗസാലി ഇമാം വെറുതെ വൈക്ക് സീത വൈക്ക് ആർക്കും മൊത്തായ ഉണ്ടില്ലേ കൊത്താവുമ്പോ അവിടെ പിന്നെ ഇല്ലാണ്ടാവുള്ളൂ. സ്വന്തം ശരീരത്തിൽ സ്വന്തം നഫ്സ് നാൻ വലിയ ആളിൽ ചെല്ലുമ്പോ അതിനെ താത്തമുള്ള പണിയെടുക്കല് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. അങ്ങനെ പോയിട്ട് മിമ്പറിലൂടെ പള്ളിയിലെ ഹൗദിലൂടെ അന്യം കിടക്കരുത്. അതിലിടക്കാണ് കിതാബിന്റെ ഉള്ളിൽ ചില്ലർ ആളെന്തല്ലേ അതിലിടക്കേണ്ട കിതാബാണ് ഇതെല്ലാം. അങ്ങനെ പോയിട്ട് ഗസാലി ഇമാം മുതല്ലിങ്ങൾ കേട്ടാറോട് പള്ളിയുടെ മേൽ പത്തി നോക്കുമ്പോ അവിടെ ഉസ്താദ് ദർശനം കൊണ്ടു ബാക്കിൽ പോയിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഒരാൾ സംശയം കേട്ടത്. ഗസാലി ഇമാമുടെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ശറഹ് അതിന്റെ തുടക്കത്തിൽ വിജയമുള്ളൂ. അങ്ങനെ സംശയം കേൾക്കുമ്പോ അതൊക്കെ കോട്ടാക്കിനെതിരെ വന്നിട്ട് ആലം ഗസാലി ഉണ്ട്. ഗസാലി ഇങ്ങനെ ചെന്നോ ഗസാലി എവിടെ ഉണ്ട്? ഗസാലി ബാക്കിൽ ഒരു മുസാഫിറായിട്ട് ഇങ്ങനെ വെച്ചപ്പ നാണിതോടിയപ്പോ പലപ്പോഴും മനസ്സിലാക്കി എത്രേ മുസാഫിറായിട്ട് പോയില്ലെങ്കിലും എന്റെ പുറത്ത് ആൾമാർ എല്ലാം കറുത്തല്ല ഒത്താക്കിയിട്ട് ആ ഗസാലി നാണയം ഗസാലി ചെന്നെങ്കിൽ അത് എനിക്ക് തിരിയാണ്ടായി പോണ്ട വേണ്ട. അത് നാണയം ചെന്നിട്ട് എന്റെ പേര് ഏതായാലും ചെന്നാറല്ലേ ബാക്കിൽ എപ്പാട്ടിയാറല്ലേ ഇനിതാണ് ഏതൊരു വണ്ടേ ചെന്നിട്ട് ഒരു ശാലല്ല എപ്പാട്ടിയിട്ട് അവിടെ പിന്നെ ഞാൻ പോവത്തെ ഞങ്ങൾ ഇന്നത്തെ ഹാലെല്ലാം നോക്കുമ്പോ അങ്ങനെ ഗസാലി ഇമാം എല്ലാവരും പറഞ്ഞു ഊടെയും പച്ചാവില്ല ഉറപ്പ് എന്റെ പേര് ഊടെയും ചെന്നോണ്ടുള്ള ആളല്ലേ ചെന്നിട്ട് ഗസാലി ഇമാം അവിടെ പോയിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് ഗസാലി ഇമാം ഹജ്ജ് കൊണ്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർസ്ഥാനത്ത് അവിടെ കൊണ്ടു. ഗസാലി ഇമാം വഅദ് എന്നൊക്കെ വിശേഷാകെ ഇന്നും ഫലസ്തീനിൽ പരിചയപ്പെടുത്തുന്നവരുണ്ട്. അതുകൊണ്ട് അവിടെ ഗസാലി ഇമാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖബറിലുള്ള പ്രതിജ്ഞാക്കള് ഒരു ഭരണാധികാരിയുടെ ഒന്നടും ഞാൻ പോവനെ ഒരാളെ ഒട്ടത്തെയും യാചിച്ചിട്ട് ഇങ്ങനെ നാവ് നീട്ടിട്ട് ഒരാളെ കൊണ്ടത്തെയും ഞാൻ പൈസ എടുക്കാറ് ഇങ്ങനെ തുടങ്ങി കുറെ പ്രതിജ്ഞ അവിടെ ടിക്കറ്റ് ഹജ്ജ് കൊണ്ടു. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരു നാൾ ഇങ്ങനെ മറുഭൂമിയിൽ നടക്കുമ്പോ ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ഗസാലിയുടെ വൃത്തമിട്ട് കേൾക്കുന്നത് എന്താണ് ഗസാലി നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ബഗ്ദാദിൽ 300-400 ആൾമാർ ദർശനത്തോണ്ടിരുന്നത് ഖൈറല്ലേ? അത് ചില്ലറ ആൾമാർ എന്തോ അല്ല, വലിയ വലിയ ഖലീഫമാരെ ഗവർണർമാരെ മക്കളെ നിങ്ങളെതിരെ വന്നിട്ട് ദർശനം കേട്ടോണ്ടിരുന്നാൽ എത്ര വലിയ വിജയം എല്ലാം വലിയ വിഷയമാണ്. പക്ഷേ ഗസാലി ഇമാം തൊട്ട് തറത്തു ഹവാലൈന വസുഅദാ ബിമഅ്സിലി വഉദ്തു ലിതസ്ഹീഹി അവ്വാലി മൻസിലി എല്ലാം കറക്റ്റ്. പക്ഷേ ഞാൻ എന്ത് പണിയാക്കി വന്നോണ്ടാ എന്റെ ഫൗണ്ടേഷൻ സമയം അതിന് സമാപ്തമുള്ള പണിയാണ് ഞാൻ നടത്തിയത്. എന്റെ ലൈല എന്റെ സ്വർഗ അങ്ങനെ തുടങ്ങി ദുനിയാവുടെ പ്രേമങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഈ പണിക്ക് തുടങ്ങിയില്ലേ. അതുകൊണ്ട് ഇതൊന്ന് സമാപത്തുകൊണ്ടാണ് ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇതിനർത്ഥം ഒന്നും വേണ്ടാണ്ടല്ല, പക്ഷേ വേണോ എല്ലാം വേണോ. പക്ഷെ നല്ല കൽബുടെ സമാക്കിയുള്ളതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾക്ക് വഴിപാട്ടി തന്നോണ്ടുള്ളേ. അപ്പൊ ചൊന്നു വന്നോണ്ടുള്ളേ ഒരാളൊട്ടിയെ കൂടുമ്പോ അതിന്റെ റിസൾട്ട് എന്തിനു ചെന്നെങ്കിൽ അയാൾ നല്ല ആളുറവ് അയാളെ കൊണ്ട് ഗുണമുണ്ടോ അയാളെ കൊണ്ട് സുബ്ഹാനല്ലാഹ് ഉപകാരമില്ലെന്നും ഉപദ്രവില്ല ഇങ്ങനെ തുടങ്ങി ഒരാളൊട്ടിയെ കൂടുമ്പോ നല്ല റിസൾട്ട് വേണോ. 10 നാൾ യാത്ര പോയി വരുമ്പോ അങ്ങ് പരസ്പരം തെറ്റെങ്കിൽ ദൗർഭാഗ്യം പറഞ്ഞു തീറ മാപ്പിളെ വെഞ്ഞായിന്റെ ಬಗ್ಗೆ ചൊല്ലിയ ഒർക്ക പോയിരങ്കാവത്ത് അങ്ങനെ വന്നറവ് തീറ. അതേ സമയത്ത് മാപ്പിള ഗൾഫിടെ വന്നറ ഒരേ തിങ്ങളുള്ള ആ സമയത്തോട് നേരത്തെ വെച്ചോണ്ടുള്ള എപ്പോ കൊണ്ടേണ്ട ഒളിക്കേണ്ടോണ്ടുള്ള എന്റെ സുഹൃത്തത്രയും മോശമാണ് എന്തെങ്കിലും ഒണ്ടൊട്ടിയേക്കണോ ഒള്ളൊട്ടിയേക്കണോ അങ്ങനെ ഐത്തുണ്ടായെങ്കിൽ ഈ ജീവിതത്തിൽ എന്തൊരു അർത്ഥമില്ല. വെറും പൈസക്കും കൈത്ത സ്വഭാവം സമാവണ്ടേ ഹുലുക്ക് സമാവണ്ടേ പ്രിയപ്പെട്ട മോമിനീങ്ങള്. അപ്പൊ അങ്ങനെയാണ് വിഷയം. കാന ഹുലുക്കുഹു അൽ ഖുർആൻ ചൊല്ലുമ്പോ അതിന്റെ വ്യാപ്തി വിശാലമാണ്. എത്രയും നിങ്ങൾക്ക് വിശദീകരിക്കാം. അതെല്ലാം എന്തെങ്കിലും ചെന്നെങ്കിൽ ഞങ്ങളെ കൽവ് വിട്ടുകൊടുത്തിട്ടും ഞങ്ങൾ സമാവുകയായിട്ട് ഞങ്ങൾ സമാവുള്ള പണിയാണ് ഈ മുഷാറത്ത. ഞാൻ ഒരാളെയും ദൈവത്തിൽ ചൊല്ലുകൊണ്ടല്ലേ
ഞാൻ ഒരാളെയും എണ്ണുകൊണ്ടില്ല, ഞാൻ ഒരാൾക്കും ഒപ്പതറാക്കല്ല, ഞാൻ ഒരാൾക്കും അക്രമാക്കല്ല. ഇങ്ങനെ തുടങ്ങി നല്ല ഗുണങ്ങൾ സുവൈകച്ചവാട് മതിൽ പിന്നെ നൻപൊട്ടിയെ നാൻ മുണ്ടിയുള്ളതുകൊണ്ടാണ് ഇമാമിയങ്ങളെല്ലാം നമുക്ക് പരിപാടി. എം എ ഉസ്താദ് വിഷയം വന്നുകൊണ്ട് എം എ ഉസ്താദിനെ ಬಗ್ಗೆ എ ಕೆ ഉസ്താദ് വന്നു 30 ವರ್ಷದ ചെപ്പ റിസൾട്ട് അതാണ് 30 ವರ್ಷ ഉസ്താദിനൊട്ടിയെ കൂടിയപ്പോൾ എന്ത് റിസൾട്ട് ചെന്നെങ്കിൽ കാരണവോ വലിയും പിന്നെ ഔലിയായില്ല. ഇതാണ് റിസൾട്ട്. ഇനി പേപ്പറിൽ കൊടുക്കുന്ന വിഷയം എന്ത് പറഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജിൽ പോയിട്ട് നിങ്ങൾ ചൊല്ലണോ ഞാൻ ചൊല്ലണോണ്ടല്ല, നമുക്കുള്ള വിഷയം ഉസ്താദ് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉസ്താദിനെ ಬಗ್ಗೆ ഒട്ടിയ കൂടിയെങ്കിൽ ആൾ ചൊന്ന വിഷയമാണ് ഞാൻ ചൊന്നോണ്ടുള്ളേ. ആ ചൊന്നങ്ങനത്തെ ആൾ ചില്ലറാൾ എന്തല്ല, ആയിരക്കണക്കിന് ശിഷ്യന്മാർ എ ಕೆ ഉസ്താദ് ഉള്ളാറ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉപാധ്യക്ഷരായിട്ട് വലിയ വിനയമുള്ള വല്ലാത്തൊരു കാര്യമാണ്. ഒരു എറുപ്പിടെ പോലും നൊമ്പലാക്കാത്ത ഇങ്ങനത്തെ തപ്പോ ഇന്നത്തെ കാര്യമാണ്. അയാൾ ചൊന്നോണ്ടുള്ളേ ഇയാളെ കൊണ്ടത്തെ ലാഭം കിട്ടുവാനായിട്ടല്ല മരിച്ചൽ പിന്നെയാണ് ചൊന്നോണ്ടുള്ളേ. ആ എം എ ഉസ്താദൊട്ടിയെ ഞാൻ കൂടിയപ്പോ എനിക്ക് എന്തൊരു വർത്തയിത്ത് കൊണ്ടുള്ള അയാൾ ഒരു വലിയ അള്ളാഹുടെ വലിയ നക്ക് വർത്തയിത്ത്. ഇതാണ് റിസൾട്ടിന്റെ ഇതാണ് ഇതെവിടെയും തേടിപ്പോയി കിട്ടുന്ന വിഷയമല്ല. ഏത് മെഡിക്കലിലും കിട്ടാല, ഏത് ഹോസ്പിറ്റലിലും കിട്ടാല, നണ്ടമേ ഞാൻ സമാപ്തം ഉള്ള പണിയാണ്. എം എ ഉസ്താദിനെ പറ്റിയുള്ള റിസൾട്ട് അതാണ്. അള്ളാഹു ഞങ്ങളെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി നാം മുന്നിൽ ചെന്നിട്ടുണ്ട്. ഷാറാനി ഇമാം ഈജിപ്തിൽ വെച്ചവിടെ മദീനത്തെ ഹുജറത്തുൽ ഷരീഫ തൊട്ടോണ്ടിരുന്നു. ആ ഇമാം ഷാറാനി റഹിമഹുല്ലാഹ് അയാൾ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിന്റെ പേരാണ് ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ്. രംഗത്തെ ലോക പ്രസിദ്ധനായ ആലിം ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് ചെന്നെങ്കിൽ ഞങ്ങളുടെ ഉസ്താദുമാരെ പരമ്പര പോയിട്ട് അയാൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാരെ പരമ്പര ഇങ്ങനെ പോയിട്ട് കേരളത്തിൽ എവിടെ ഉണ്ടാവും ചെന്നെങ്കിൽ അശ്ശൈഖ് സീനുദ്ദീനുൽ മഖ്ദൂം അസ്സഗീർ റളിയല്ലാഹു അൻഹു 500 വർഷത്തെ ഏകദേശം ദൂരത്തെ വിഷയമാണ്. ആ ഉസ്താദ് എഴുതിയ കിതാബാണ് ഫത്ഹുൽ മുഈൻ. എല്ലാ പള്ളി ദർസിലും അത് പരിപാടി. ഞങ്ങളുടെ ഷാഫി ഫിഖ്ഹ് അധികൃത ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ മസല ചൊല്ലുന്നത്. ആ ഫത്ഹുൽ മുഈൻ എഴുതിയ ആളാണ് സീനുദ്ദീനുൽ മഖ്ദൂം അസ്സഗീർ. ഞങ്ങളുടെ ഉസ്താദുമാരെ പരമ്പര കേരളത്തിൽ അവിടെ കിട്ടിയിരുന്നു. പിന്നെ ഈ സീനുദ്ദീനുൽ മഖ്ദൂമിന്റെ ഉസ്താദാണ് മക്കത്തെ ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ലോക പ്രസിദ്ധനായ മഹാൻ. അയാളാണ് ഉസ്താദ്. അത് പിന്നെ മക്കത്തിൽ എത്തി. അയാൾ ഈജിപ്തിലാണ് പഠിച്ചത്. ആ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഞാനിപ്പോ ചെന്ന ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ്. അയാളും ഈജിപ്തുകാരനാണ്. അൽ അസ്ഹർ പഠിക്കുക അയാൾ വർമ്മ വെറും പാവാണ്. അപ്പൊ അവിടെ ടൈലറിംഗ് ആ ടൈലറിംഗ് ഇയാളെ കണ്ടിട്ട് നമാസ് ആക്കി ഷെയ്ഖുൽ ഇസ്ലാം ചെന്നിട്ട് നമാസ് ഷെയ്ഖുൽ ഇസ്ലാം മറ്റ് പഠിക്കുകയും ചെന്നിട്ട്. അപ്പൊ അയാളതിന് തലക്കെന്ത് എടുത്തില്ല. പക്ഷെ ഇയാൾ പഠിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ആയിട്ട് ലോക പ്രസിദ്ധനായ ആലിമായിട്ട് അങ്ങനത്തെ ആളില്ലാണ്ടതുള്ള 85-90 വർഷം കഴിഞ്ഞിട്ടും നിന്റെ നിസ്കരിച്ചോണ്ടിരിക്കുക. ഇതേ സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് നിക്കും തീരില്ല. ആ സമയത്ത് ശിഷ്യന്മാർ ചൊന്നത് നിസ്കരിച്ചെങ്കിൽ അപ്പൊ ചൊന്തു നന്റെ തടിക്കൊരു മടിയിട്ടുണ്ടെന്ന് ഞാൻ പതിവാക്കണം. എന്തേ ഞാനിപ്പോ മരിച്ചാൽ വരുന്നത് തെച്ചി നിസ്കരിച്ചിട്ട് മരിച്ചാൽ പിന്നെ ആഖിറത്തിൽ പോകുമ്പോ നന്റെ ലിസ്റ്റ് ലാസ്റ്റ് സീൻ എന്ത് തെച്ചി നിസ്കരിക്കേ അതൊരു നാണക്കേടല്ലേ ഉണ്ടായത്. മടിയല്ലേ തെച്ചി നിസ്കരിക്കുന്നതിന്റെ ഒരു മടിയായിട്ടല്ലേട്ട് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് ചെന്ന് നന്റെ തടിക്ക് ഞാൻ മടി പതിവാക്കില്ല. അപ്പൊ അയാളെ മഹത്വം ചൊല്ലുമ്പോൾ ഞങ്ങളെ നാവയ്യാവാൻ അത് സമാധാനം എത്ര ചൊന്നെങ്കിൽ എത്താൻ അത്രയും വലിയ ആളാണ് ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ്. അയാൾ ചൊന്ന മറന്നാണ് ഞാൻ ഫസ്റ്റ് ചൊന്നിട്ടുണ്ട്. എന്തിന് സീക്ക് സുമറാവണെങ്കിൽ ഇൽമുടെ സദസ്സിൽ പോയിതെക്കണോ. അത് പലപ്പോഴും പല ആൾമാർ ചൊന്ന കർത്താവില്ല. സീക്ക് സുമറാവണെങ്കിൽ സ്വലാത്ര മജ്‌ലിസിലല്ല തെക്കണേ. സീക്ക് സുമറാവണെങ്കിൽ വിഗ്രഹക്കത്ത മജ്‌ലിസിലല്ല തെക്കണേ. സീക്ക് സുമറാവണെങ്കിൽ എവിടെമോ സ്വലാത്തുകൊണ്ടുള്ള അവിടെ കല്ലേ ഓണായ ആര് ചൊന്നു അവിടെ പോയി സുമറാവും. അത് വേറെ വിഷയം. സുമാറാക്കുന്നതും എല്ലാം പഠിച്ചോണ്ട വിഷയം. ഇൽമുടെ സദസ്സിലാണ് തെക്കണേ. ഇൽമുടെ സദസ്സിൽ തെറ്റിങ്കിൽ അവിടെ ചെന്ന സ്വർഗത്തെ തോട്ടത്തിലാണ് തെറ്റ്. ആർക്കും ചെന്നെങ്കിൽ അത്ര പേര് അർത്ഥമില്ല, ദഹിക്കില്ല. എന്ത് തോട്ടമാ വാണ്ടിയെങ്കിലെ മദീനത്തിലൊരു തോട്ടമുണ്ട്, റൗള സ്വർഗത്തെ തോട്ടം. അത് രജിസ്റ്റേർഡ് ആണ്, അതിനപ്പറയുമ്പോഴാക്കുവാവില്ല. പക്ഷെ ഈ തോട്ടം അത് കേവളുടെ പേരിൽ ഉണ്ടാക്കുവാളൂ. അത് യൂട്യൂബിൽ കേട്ടതിക്ക് വലിയ ലാഭമില്ല, ഫലമില്ല. ഇൽമുടെ സദസ്സിൽ തെറ്റിട്ട് കേൾക്കണോ. ഇതേ ഷാറാനി ഇമാം ആ മഹാൻ ചൊല്ലു ആണ് തന്റെ ഉസ്താദിനെ വന്ന് പഠിക്കുകൊണ്ട് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് ഷാറാനി ഇമാമിന്റെ തബഖാത്തിൽ ഈ സംഭവം ചൊല്ലു. അവനക്ക് ലോകം കണ്ടു തലകുത്ത് സുറുവാകും. അങ്ങനത്തെ സീക്കല്ല വരുമ്പോ ഉസ്താദ് ചൊല്ലു നന്റെ ഹൃദയത്തിൽ വെച്ചിട്ട് കിതാബ് നിയത്താക്കിയ കൈ
എൻ്റെ സീക്ക് സുമറാവുമോ, എൻ്റെ തലകുത്തുനിന്ന് പോകട്ടോ നിയത്താക്കറോ. അങ്ങനെ ഞാൻ നിയത്താക്കി തെറ്റെങ്കിൽ നമുക്ക് തലകുത്തുമില്ല, ഒരു സീക്കും ഇല്ല എന്ന് ലോകത്ത് ചെന്ന ആളാണ് സൂഫി ലോകത്തെ ചക്രവർത്തിയായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അവയ്ക്കട്ട് ആ ഷഅറാനി ഇമാമാണ് ബഹുമാനപ്പെട്ട ഉസ്താദായ സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹി ചെന്ന് 20 ವರ್ಷ എൻ്റെ ഉസ്താദരൊಟ್ಟಿಗೆ ನಾನು കൂടി 20 ವರ್ಷ കൂടി 20 ವರ್ಷ കൂടിയപ്പ എൻ്റെ ഇത്രയും 10 നാൾ കൂടി എൻ്റെ വിഷയം ഞാൻ ചെന്നു. 1 ವರ್ಷ കൂടി ഞാൻ ചെന്ന് ലാസ്റ്റ് സൈക്കോ ഞാൻ ഹജ്ജി കട്ടിയാവും. ഹജ്ജി ജനറലി ലാഭം ഉണ്ടാകും. ഹജ്ജിന് നല്ല പുണ്യകർമ്മം എല്ലാവരും പൈസ കളക്ഷൻ ആക്കിയിട്ട് ഹജ്ജി എടുത്തിട്ടുണ്ട്. ഹജ്ജി കൊണ്ട് പോയിട്ട് പറഞ്ഞു എൻ്റെ ഹജ്ജിരൊട്ടി വിസത്തിൽ എന്ത് പറഞ്ഞ ഇയാളൊട്ടി വിസത്തിൽ എന്ത് പറഞ്ഞ പോയിട്ട് നമുക്ക് തന്നെ സലാമത്താവളെ വിചാരിച്ച് എന്തൊരു മുസീബത്താണ്. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുമാനാവും. 20 ವರ್ಷ കൂടിയപ്പ ഷഅറാനി ഇമാമുടെ റിസൾട്ട് ആണ് എൻ്റെ ഉസ്താദിനെ വന്നത് ചെല്ല് കന്നി ജാലസ്തു മുലൂക സ്വാലിഹീനൽ ആരിഫീൻ. ഇതെന്തൊരു പലക്കാടോ. ഇത് കേട്ടപ്പ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയും ഒരാളാവും സാധ്യമാണ്. നാണ് 20 ವರ್ಷ എൻ്റെ ഉസ്താദായ ശൈഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് മുന്നിൽ വെച്ചപ്പ ലോകത്തുള്ള ആരിഫീങ്ങളെ ഔലിയാക്കന്മാരെ മുഴുവൻ രാജാക്കന്മാരെ മുന്നിൽ ഞാൻ തെറ്റ പ്രതീതിയാണ് നക്കിന്റെ അങ്ങനത്തെ ആളാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ വർഷം ഒരു തിങ്കൾ റമദാനിൽ ഫബിഹുദാഹു മുഖ്തദി അതേപോലത്തെ വിഷയമാണ്. അങ്ങനെ സരണി പിന്തുടരണമെന്നുള്ള അതുക്കാണ് എൻ്റെ അങ്ങനെ ಬಗ್ಗೆ ആഴ്ചനാക്കി എന്ത് പഠിച്ചിട്ടാണ് നക്കുവത്തവിടെ നിന്നാണ് 0. അങ്ങനെ ಬಗ್ಗೆ ആർക്കും ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ ജനറൽ തഹജ്ജുദ് നക്ക് ഭയങ്കരവും സ്വർഗ്ഗ കിട്ടിയോ അലാ ജന്നത്തിൽ ഫിർദൗസിൽ അങ്ങേയറ്റത്തെ വലിയത് നക്ക് തരണോട്ടുന്നുണ്ട്. എൻ്റെ ഉൾഗത്ത് നക്ക് ധാരണമുണ്ട്. റമദാൻ തീരുമ്പോൾ 5 ഖത്ം ഞാൻ ഓതിട്ട് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ആൾമാരൊട്ടിയെ ചൊല്ല റമദാൻ ഭയങ്കര എന്ത് ചൊല്ലും തീരാട്ടി എട്ടി ചൊല്ലണോ കുറെ ആൾമാരങ്ങ് ചൊല്ലും ഭയങ്കര ഈ റമദാൻ ചൊല്ലുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ചൊല്ലേ ഇത് ഞാൻ മഹത്വത്തിൽ ചൊല്ലല്ല പിന്നെന്തിന് ചൊല്ലേ മഹത്വമേ ചൊല്ലേ ഗസാലി മാവളി കിതാബ് ഓതുമ്പോൾ അതെല്ലാം കൊണ്ടാകും ഒരു അക്ഷരം കൊണ്ട് ഓതിയാണ്. നാളെ 5 ഖത്മല്ലോ ഓതി അൽഹംദുലില്ലാ. ഒരാളെ ഇഫ്താറാക്കുവല്ല. ഇത് ഞാൻ തറാവി ഒന്നും കൂട്ടില്ല. ഇനി എന്തി ചൊല്ലണോ ഈ ചൊല്ലപ്പെട്ട ആൾ എന്തെങ്കിലും എന്നൊക്കെ തണ്ടാണ് ഒന്നും തണ്ടില്ല. എന്റേത് പഠിച്ചോണ്ടല്ലേ ഈ ഖത്മല്ല ഓതിട്ട് ഞാൻ പുറത്തു പോകുമ്പോ ഇങ്ങളെ വയ്ക്ക് ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിക്കില്ലേ നാനേ പപ്പ അങ്ങനെ വയ്ക്ക് പഠിക്കുമ്പോ അതാ 5 ഖത്മ ഓതിട്ട് റമദാൻ എന്നിട്ട് പുറത്തു പോകുമ്പോ കിതാബ് നോക്കുമ്പോൾ അതൊക്കെ വിജയം കണ്ടെത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റഹിമഹുല്ലാഹ് അബൂബക്കർ അയ്യാഷ് റഹിമഹുല്ലാഹ് അയാൾ മരിക്കുന്ന സമയത്ത് അയാളെ പെങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ചെന്നറ എന്തിന് ഉൾപ്പെട്ടേ യാ റബ്ബി എൻ്റെ മൂത്തൻ മരിച്ചോണ്ടുണ്ട്. എല്ലാവർക്കും ബേജാറാവില്ലേ? മരിക്കണക്ക് ബേജാറില്ല. ഞങ്ങളെ ഈ ക്ലാസ്സും ഞങ്ങളെ ഇബാദത്തല്ല എന്തിട്ടുണ്ടെങ്കിൽ പവർ ചൊല്ലുകള മരിക്കുമ്പോ ആൾമാർക്ക് ബേജാറായത് എന്തറിയില്ല. നക്ക് ബേജാറാവുകയാണ്. മരിക്കണ നക്ക് ബേജാറാവുകയാണ്. നക്ക് കൊസിയാവും. അങ്ങനെ കൊസിയായിക്കത്തെ ആയിരക്കണക്കിന് ഇമാമികൾ സംഭവം നക്ക് ചെല്ലവുകയുള്ളൂ. അത്തരം കിതാബുണ്ട്. പക്ഷെ അതെല്ലാം ഇന്നത്തെ കാര്യമില്ല. നക്കങ്ങനെ ആവുക. ഈ അബൂബക്കർ അയ്യാഷ് റഹിമഹുല്ലാഹ് മരിക്കുന്ന സമയത്ത് പെങ്ങൾ ബേജാറാവുന്നതുള്ളൂ. ഔത്ര മൂലയെ കാട്ടിട്ട് എന്തും ബേജാറാവണമെന്നില്ലേ. ഞാൻ ആ മൂലം തെറ്റിട്ട് 18,000 ഖത്മോദിയിലേണ്ട ചൊല്ലു. എത്ര 18,000 വിഷയം തോല്ല 18,000 ഖത്തും ഞാൻ ഓതിനെ ചൊല്ലുമ്പോ തന്റെ അഹങ്കാര തലടങ്ങ് കീഴിഞ്ഞു പോലും ഞാൻ 0 അപ്പോഴാണ് വന്നത്. അത് കാണുമ്പോൾ ഒരേ വലിയ വലിയ പാറ പോലത്തെ പർവ്വതം പോലത്തെ ആൾമാരെല്ലാം കഴിഞ്ഞു പോയിടാൻ മറക്കോ തീരാൻ ചൊല്ലതുക്ക് നണ്ടാട്ടി നല്ല നല്ല അപ്പാണ്. നക്ക് ഡിഗ്രി അല്ല, ഡിഗ്രിന്റെ മേലെ ഡിഗ്രി അല്ല, എത്ര 1000 ഡിഗ്രി വേണമെങ്കിൽ കേട്ടില്ല. നണ്ടാട്ടി ഹൈർ എൻ്റെ അബ്ബാൻ ചൊന്നിട്ട് ഉറച്ച് വിശ്വസിക്കാത്ത കാലത്തോളം നാളെ നന്നാവില്ലേ. നക്ക് എന്തൊരു സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ ചൊല്ലെ അങ്ങനെ സരണി പിന്തുടരണോ. അപ്പോഴാണ് എൻ്റെ കൽബുടെ കൽബുള്ളൂ. അപ്പൊ ഈ മുഷാറത്താമർക്കോ തീറ ഷർത്താക്കളെ നാണ് നിബന്ധന വെച്ച് നാണ് നന്നാവിടെ. അതേ നിബന്ധന നാണ് നന്നാവിടെ. ഞാൻ ഇന്ന് ഓന്തികൊന്നാൽ ഇത്ര പണിയാക്കില്ലേ. അന്നെന്റെ തർത്തീപും ടൈം കീപ്പിംഗും ഉള്ള പണിയാണ്. അത് ശ്രദ്ധിച്ചെന്ന് എന്നെ കൊണ്ട് ആക്കുക ഉറപ്പാണ്. നമുക്ക് എന്തെങ്കിലും വേറെ ആൾമാരുടെ വിഷയം വേണം. ഗസാലി ഇമാമുടെ വിഷയമാണ്. അതാണ് ഗസാലി ഇമാം ഹിയ്യത്തിൽ 3-ാം ജുസുള്ള പക്ക ചൊല്ലും മനുഷ്യന്മാരെ അവസ്ഥ എന്തെങ്കിലും അണ്ടത്തെ വിഷയം ചൊന്നുള്ളൂ. അണ്ടത്തെ വിഷയമാണ് ഗസാലി ഇമാം ചൊല്ലുന്നത്. എന്തിനെ മനുഷ്യന്മാരുടെ വിഷയം ചൊന്നെങ്കിൽ നിങ്ങളെ കണ്ണിടയുള്ള കാട്ട നക്കൊന്താവും. നമുക്കത് ഊട്ടിനെ കാട്ട് ഉടനെ എത്ര ദൂരം നിൽക്കും ഇയാളെ കണ്ണിടയുള്ള ഒരു കാട്ട അതാ അത് ഞാൻ കണ്ടോണ്ടുള്ളൂ. പക്ഷേ എൻ്റെ തലയുടെ പിടിച്ച് കാൽത്തോളം ചുറ്റുവരിതെങ്കിലത്തെ ഒരു അഴിവും അത് നമുക്ക് ഒന്നേ ആവില്ല. ഇതെന്തൊരു ദുരന്താണ്. അപ്പൊ എൻ്റെ സമാക്കടാരുണ്ട് നന്റെ നിങ്ങളെ കണ്ണിടയുള്ള കാട്ട നക്കൊന്താവുണ്ടെങ്കിൽ നന്റെ നക്കൊന്താവിൻ്റെ ഇല്ലേ. ശരീരം മൊത്തം അവിടുത്തെ മറിച്ചെത്തുന്ന ആളെ കമീസിൽ ചെറിയ ഒറ്റയാണ്.
ആ സമയത്തോ അപ്പുറത്ത് നഗ്നമായി നടക്കണമെങ്കിൽ എന്താവും? നിന്റെ ദൂരി കൊണ്ടുള്ള, നിന്റെ ആക്ഷേപിച്ചുകൊണ്ടുള്ള, അതല്ല നിന്റെ കമീസ് ഒട്ടേണ്ടുള്ള അവനോ അവന്റെ തടി മൊത്തം നഗ്നാണ്. ഇതാണ് ഞങ്ങളെ ദുരന്താണ്ട് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഞങ്ങളൊട്ടിಗೆ പരിപാടി തന്നുകൊണ്ടു. എന്തും നാൻ ചെന്നെങ്കിലത്തെ വിഷയമല്ല. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ജല്ല ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ്. ഞങ്ങൾക്ക് പരിപാടി തന്നുകൊണ്ടുള്ള മുശാറത്ത നിർബന്ധമാണ്. നാളെ നന്നാവണമെങ്കിൽ ഇന്നലെ ചൊന്നത് കടികരയിലോ ഞങ്ങളെ ലോകത്ത് നന്നാക്കൽ ആരുടെ ഏട്ടെങ്കിൽ തേടിക്കൊണ്ട് അഗത്യമേ ഇല്ല. നന്നാക്കുന്നത് നാൻ മാത്രമാണ്. നമ്മನ್ನು ಬದಲಿಸುವುದು ನಾವು ಮಾತ್ರ, ಬೇರೆ ഒരാളും നിന്റെ ബദലാക്കുകൊണ്ടല്ല. അപ്പൊ നക്ക് പോലെ ലിമിറ്റേഷൻ എല്ലാം വേണോ? നക്ക് നാനേ ലിമിറ്റേഷൻ വെച്ചോളൂ. പിന്നൊരാൾ വെക്കുമ്പോഴാണ് കർസവന്റെ നക്ക് ബേജാറാവിടെ. ഞാൻ ഒരാളെ വയ്ക്ക് കൊണ്ടുകുത്തിയ ഞാനൊരു സംഭവം ഇന്ന് സുബൈക്ക് നോക്കിയപ്പോ എന്തിന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് ആൾമാർ ചെന്നെങ്കിൽ ലോകത്ത് ഇങ്ങനാട്ടി വലിയ ആൾമാർ വേറെ ആരെങ്കിലുള്ള അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസ്റ്റ് നീക്കി സ്വർഗ്ഗത്തെ മെമ്പറാണ്. ലോകത്തുള്ള മുഴുവൻ ആൾമാർ ഈമാനും ഈ മഹാന്റെ ഈമാൻ തൂക്കിയെങ്കിൽ റജഹ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ഈമാനാണ് ബലമുള്ള പേര് ചൊല്ലുമ്പോഴും നമുക്ക് അർഹത ഉണ്ടാണ്ട് വേടി. അത്ര വലിയ ആൾമാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലണ്ട. ഈ രണ്ട് മഹാന്മാർ സ്വർഗത്ത് ആയിട്ടായി അന്നത്തെ മഹാന്മാരെ വലിയ ഒരു സംഭവിച്ചുള്ളൂ. അങ്ങ് ഇങ്ങനെ യാത്ര പോകുമ്പോ ഹൈമ ടെൻഡടിച്ച് നിൽക്കുക സാധാരണ. അങ്ങ് ഹാദിമീങ്ങയ്ക്കുവാൻ ഒരു ഹാദിമുണ്ട്, ഗുലാമ ആരോ ആവട്ടെ. അപ്പൊ ഹാദിമൊക്കെ തൊഴിലാളി നോമ്പുടിക്കിടാറുണ്ട്, യാത്രയിൽ നോമ്പുടിക്കിടാറുണ്ട്. അപ്പൊ സ്വന്തത്ത് നോമ്പായിട്ടിരിക്കും. അത്താഴത്ത് എന്തെങ്കിലും ഞങ്ങൾക്ക് ആക്കിയിട്ട് ഞങ്ങളെ വിളിക്കണോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈമലുണ്ട്, ഇങ്ങൊരു പക്കമുള്ള അത്താഴത്തെ ടൈമായി നോക്കുമ്പോ വിളിക്കണ ഏൽപ്പിച്ചാലും ഇറങ്ങിയിട്ടുണ്ട്. ഗുലാമ എത്തിട്ടേ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് കറിയില്ല ചോറില്ല. ഞങ്ങൾ ആനന്ദമായിട്ട് അച്ഛനെ കുറവ് പെഞ്ഞായി ഉറങ്ങിയിട്ടുള്ള ആൾ എന്തോ ആക്കിയിട്ടാണ് ടെസ്റ്റ് ആക്കൽ അവിടെ അപ്പ ടെസ്റ്റ് ആക്കുന്നത്. പിന്നെ ഞാൻ ന്യായം ചൊല്ലേ അവൾ ആക്കണ്ടേ എന്റെ അവൾ തന്നെയാ പറഞ്ഞെന്തേ കേക്കടേ എനിക്കാക്കി എനക്കാക്കി ഞാൻ എന്തീ പറയുമ്പോ ഇത് ഞാൻ അച്ഛനാക്കിയ സുവയും എണിക്കുമ്പോ ഞാൻ എണിക്കുമ്പോ ഭാഗത്താകണ്ടവളുടെ എന്തോ ആക്കിയിട്ട പാവ പിന്നെ ജാവു ഒന്നും രണ്ട് നോക്കാറുമ്പോ ആക്കി ആക്കി വെച്ചിട്ട് അവൾ ഉറങ്ങിയതാക്കി ഉറങ്ങുമ്പോ 12 ജാവായി 1 ഗಂಟೆ ജാവായി. അങ്ങനെ ഉറങ്ങിയിട്ട് വിദ്യാൻ അർത്ഥാത്ത് കഴിക്കുമ്പോൾ ലേട്ടായി നീച്ചൽ പിന്നെയാണ് എനിച്ചിന് പേര് എങ്കിൽ നന്റെ ഹാലന്തായി ഔ നന്റെ ടെസ്റ്റ് ആക്കണമെന്നാണോ ആ ഉറുതി വന്നിട്ട് ഇപ്പൊ ചൊല്ലും ഭാര്യ ചൊല്ലാ പറഞ്ഞു. അതേ സമയത്ത് ഞാൻ അവിടെ ടെസ്റ്റ് ആക്കാണ് സ്വഭാവത്തുള്ളൂ. അവിടെ നമുക്ക് നേരെ നിൽക്കുക ഇത്താ പെഞ്ഞായിരൊക്കെ ചേർന്ന ബേജാറാക്കണ്ട. അങ്ങനെ ചൊല്ലുന്ന അവൾ ബേജാറാവും. കാറൊക്കെ ഉണ്ടല്ലേ, കണ്ണി ഉണ്ടല്ലേ, അത് കുടിച്ചിട്ട് ഇതേ കെട്ടുകൊണ്ടില്ലല്ലേ സമ ജാവു 1 ഗಂಟೆതോടെ തിന്നല്ലേ വിദ്യാൻ സുബൈക്കും തിന്നോളം ചൊല്ല് നിർബന്ധം എന്ത് നിർബന്ധം? അവിടെയാണ് നല്ല നാൻ ടെസ്റ്റാക്കിയുടെ അവിടെയാണ് നാണ് ലോകത്തെ രജിസ്കരിക്കുന്നത് രാട്ടി ഹൈർ. അവിടെ അവളൊട്ടിയ രാത്രയ്ക്കത്തെ ഏറ്റവും നല്ല ഹുലുഖ് ഇതാണ് ഖുർആൻ, ഇതാണ് ഹദീസ് എന്നാണ് ഞാൻ ചെന്നത്. ഇതല്ലാത്തതല്ല. അവിടെ വെഞ്ഞായിരൊട്ടി അസ വന്ന് അടുത്തി വണ്ടവണോ ഇവിടെ 4 ഗಂಟೆ അല്ലെ 5 ഗಂಟೆ വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് 12 ഗಂಟೆതോളം ഖുർആൻ. ആർക്ക് വേണം ഖുർആൻ? ആർക്ക് വേണം ഖുർആൻ? ഈ ഖുർആൻ 5 പൈസക്ക് പ്രതിഫലം കിട്ടാൻ ഞാൻ ചൊന്നുള്ളൂ. എന്തേ പെഞ്ഞായുടെ മനസ്സൊന്നും പറയാൻ കിട്ടാ വന്നത് അവർക്ക് അടിച്ചിട്ടാണ് വന്നത്. അത്താഴത്തെ പേരിൽ ഞാൻ ചൊന്നുള്ളൂ. ആധുനിക ലോകത്ത് എല്ലാം ഞങ്ങൾ ചേഞ്ച് ആക്കിയതാണ്. ഞങ്ങൾ ഗൗജായി കഴിച്ച്, ഞങ്ങൾ പ്രോഗ്രാം ആക്കിയും കഴിച്ച്, ഞങ്ങൾക്ക് ലക്ഷക്കട്ടലെ ചെലവാക്കിയും കഴിച്ച്, ഭയങ്കര ഗൗജായും കഴിച്ച് നന്റെ ഞാൻ സമാക്കിയിട്ടില്ല, നന്റെ ഞാൻ തിറ്റിട്ടില്ല. ഇന്ന് വരെ 5 പൈസത്തെ സ്വഭാവം നന്റെ സമമേ ആയിട്ടില്ല. നാളെ ഭയങ്കര ആക്കിയോണ്ടുള്ളത്. ഇതൊന്നും ഖുർആനല്ല, അള്ളാഹുടെ അവിടെ വേണമെന്ന് നമുക്ക് ഭയങ്കര പ്രസംഗിക്കാം. റമദാനിന്റെ നോമ്പ് നോക്കി റയ്യാൻ ഭാഗത്തിൽ സ്വർഗത്തിൽ പോകണ്ടേ മുതാലിമീങ്ങ വന്നെങ്കിൽ പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിച്ച് പഠിക്കുമ്പോ അങ്ങനുണ്ട്. റമദാനിന്റെ നോമ്പെടുത്തേക്ക് റയ്യാൻ ബായിൽ സ്പെഷ്യൽ ഒരു ഡോറുണ്ട്. അത് സ്വർഗത്തിൽ പോകണ്ടേ ചൊല്ലിട്ടും നന്റെയും തൃപ്തിപ്പെടുത്താം, നിങ്ങളെല്ലാരെയും തൃപ്തിപ്പെടുത്തി പ്രസംഗിക്കുക. അതിന്റെ ഫദായിൽ ചൊല്ല, മഹത്വങ്ങൾ ചൊല്ല, അതെല്ലാം ഇല്ലാത്തത് കൊണ്ടല്ല അട്ടിയുണ്ട്. പക്ഷേ റയ്യാന്റെ സ്വർഗത്തിൽ പോകുന്ന അർഹനാണ്. നാണൊന്ന് അച്ഛനാക്കണ്ടേ? നന്റെ നോമ്പ റയ്യാന്റെ കൊണ്ട പോയി നന്റെ ഒരു വട്ടി അങ്ങനെ കൊസീനൊക്കെ പ്രസംഗിക്കാം. റമദാനിലെ നോമ്പ് പിടിച്ചെങ്കിൽ റയ്യാന്റെ സ്വർഗത്തിൽ കൊണ്ടു. തറാവീ നിസ്കരിച്ചെങ്കിൽ എല്ലാം പൊറുക്കപ്പെട്ടു. നിന്റെ തറാവീ ആയിട. ഞാൻ ഉറക്കത്തിലില്ലെന്താ തറാവീ തീരുമ്പോ കൊന്തായിട. വിത്തർ ഇടിക്കുമ്പോ കൊന്തായിട്ട് ഉറങ്ങിട്ടേ ഇന്ന് ആൾമാർ 10 പോകുമ്പോഴാണ് നക്കൊന്തായിടെ തീർത്താണ്ട് ഞാൻ കേട്ടോണ്ടുള്ളേ. ഞാൻ വിചാരിച്ച് റമദാന്റെ തറാവീ നിസ്കരിച്ചെങ്കിൽ എല്ലാം പൊറുക്കപ്പെട്ടിട്ടേക്ക്
റമദാന്റെ നോമ്പെടുത്തെങ്കിൽ റയ്യാൻ ബായിന്റെ സ്വർഗത്തിൽ പോയിട്ടേക്ക് അങ്ങനെ ആവണോണ്ടായെങ്കിൽ നോമ്പാവണോ, അങ്ങനെ ആവണോണ്ടായെങ്കിൽ നിസ്കാരാവണോ എന്റേതായില്ല. ഞാൻ എന്റെ ഒട്ടിയെ കേൾക്കാം. സ്വർഗാർക്ക് നോമ്പ് നോക്കണമെങ്കിൽ സ്വർഗം ഖുറാനിലില്ലേ, നിസ്കരിക്കണമെങ്കിൽ സ്വർഗാണ്ട് ഖുറാനിലില്ല, കാട്ടിത്തറ കുതിരുവാ. സ്വർഗാർക്ക് വൈദ്യത്തിൽ മുന്തത്തിൽ തക്കവുള്ളവർക്കാണ് സ്വർഗം. നോമ്പിലൂടെ തക്കവത്തിൽ എത്തുകയാവണോ, നിസ്കാരത്തിലൂടെ തക്കവത്തിൽ എത്തുകയാവണോ, നോമ്പിലൂടെ നമുക്ക് എത്തുകയായ തിന്നത് മാത്രമാണ്. പലപ്പോഴും ഞാൻ അച്ഛനാക്കണം നാണോന്നരതയാണ് തിന്നൃതയാണ്. റമദാൻ ചൊന്നെങ്കിൽ തിന്നിർത്തേതാണ് എത്രയാണ് ചിന്തര. സുബ്ഹാനല്ലാഹ്, എത്രമോ നാൾക്ക് മുന്നത്തെ സമൂസ ആ എണ്ണകളിലെ ഇട്ടിട്ട് കരിച്ചിട്ട് അത്രമേ പിന്നെയും നാം ഒന്ന് തിന്നെ മയ്യാവുന്നു, 10 നക്ക് തിന്നോ. എന്നിട്ടോ രോഗമാണ് അതിലൂടെയാണ് വേണ്ടി ശാശ്വതമായ രോഗത്തിൽ മനുഷ്യൻ പോയോണ്ടുള്ള റമദാൻ ചൊന്നെങ്കിൽ കൺട്രോളുള്ള തിങ്കളാണ്. ആ കൺട്രോൾ ഞാൻ ആക്കിയത് സൗമ ചൊന്നെങ്കിൽ കൺട്രോൾ ആക്കണേ. സൗമ ചൊന്നെങ്കിൽ കൺട്രോൾ ഉണ്ടാകും. ഉച്ചക്കൊന്നും തിന്നില്ലാണ്ട് മാത്രം മഗ്‌രിബ് അതിരാട്ടി അപ്പുറം നോമ്പ് തറപ്പകേ കമ്മത്തിക്കട് ഇതെല്ലാം തിന്നിട്ട് ഇഫ്താർ കഴിഞ്ഞിട്ട് എത്തി പോകുമ്പോൾ അവത്തരാറ്റുള്ളൂ. ഇതാ നാസ്താക്ക കൂടെ പറഞ്ഞു ഇത്രത്തോടെ ആക്കിയതേ നാസ്താക്ക പിറക്ക് പോകണം. പിറക്ക് പോയിട്ട് നാസാക്കിയിട്ട് അത്താറ പിന്നെ തറാവിന്റെ പിറന്ന് എന്നിട്ടും അത്താറത്തിൽ വന്നതിന് എത്ര റമദാൻ അല്ലാത്തപ്പ തിന്നരായിട്ട് റമദാൻ ഞങ്ങൾ തിന്നോണ്ടുള്ള മുസ്ലിം സമുദായത്തിൽ പിടിച്ചെടുത്തൊരു തുറത്ത് നോക്കുന്നത് യാ റബ്ബി. അതിലൂടെ എത്ര രോഗങ്ങൾ, അത് നേരമേ ഒരു വിഷയമാണ്. ആ ഭാഗത്ത് കൊണ്ട് ലാൻഡക്കും തത്തക്കും ചൊല്ലത് പണ്ട നോമ്പെന്തി കട്ടായത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മുഅ്മിനീങ്ങളെ, നോമ്പ് ഈമാനുള്ള ആൾമാരാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് നോമ്പ് നോക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്നല്ല, മനുഷ്യന്മാരെ നിങ്ങൾ നോമ്പുണ്ടല്ല. യാ അയ്യുഹല്ലദീന ആമനൂ സൂറത്തുൽ ബഖറ 183 ആയത്ത്. ഈമാനുള്ള മനുഷ്യന്മാരെ, ഈമാനുള്ള ആൾമാരെ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് ഉണ്ടായ ഏതുപോലെ നിങ്ങൾ മുന്നത്തെ ആൾമാരെ നോമ്പും കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് കഴിഞ്ഞു പോയ ആൾമാർക്കും നോമ്പ് കണ്ടായത്. ഞാനൊരു പൊട്ടത്തര അർത്ഥം വെച്ചിട്ട് മുന്നോട്ട് എന്തിന് അതൊരു രസത്തെ അർത്ഥം ആർക്കും തോർത്ത യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള ആൾമാരെ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് കണ്ടായാലും എങ്ങനെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് കഴിഞ്ഞു പോയ ആൾമാർക്ക് നോമ്പ് കണ്ടായതുപോലെ. അത് എന്തിക്ക് ചന്ദ്രവള ഞാൻ അർത്ഥം വെച്ചിട്ട് മുന്നോട്ട് എന്തിക്ക് അത് ഞങ്ങളുടെ സമാധാനാർത്ഥം അള്ളാഹു ചന്ദ്രൻ എങ്ങനെ നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് കണ്ടായ പാവ സുബൈക്ക് പൈച്ചിരിക്കൊള്ളാൻ സുബൈക്ക് 5 ഗಂಟೆ മൂത്തോർ ಗೊತ್ತಾവില്ല പൈച്ചിരിക്കൊള്ളാൻ ഞങ്ങളുടെ നാട്ടിൽ കഷ്ടം ഞങ്ങൾ രായത്താൾമാർ നോമ്പ് പിടിക്കും ಗೊತ್ತಾവില്ല അവട്ട് സുബൈക്ക് പൈച്ചിരിക്കൊള്ളല്ല. അപ്പൊ അള്ളാഹു ബേജാറായി നിങ്ങൾ ബേജാറായില്ല, നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ നോമ്പ് തന്നെ നിങ്ങൾക്ക് മുമ്പ് നിന്ന ആൾമാർക്ക് നോമ്പിത്താവാം. അപ്പൊ സമാധാനം. ഞങ്ങളെ ഒത്തിരി കറണ്ട് പോയപ്പോ അവർ പോയി നോക്കി അവിടെയും കറണ്ട് പോയിട്ടുണ്ടേ ഞങ്ങൾക്ക് വലിയ ദിവസം അവിടെയും പോയിട്ട് അതുപോലെ നല്ല അകത്ത് പോയി. അതേസമയത്ത് അവിടെ പോകാണ്ട് നല്ല അകത്ത് പോയിട്ട് പോയെങ്കിൽ സുബൈത്തോളം ഉറക്കില്ല. പിന്നെ എന്തേ എൻ്റെ അകത്ത് എത്ര പോയി അവിടെ എന്താ പോവാത്ത അവ കമാക്കുതി ബാലല്ലദീന മിൻ ഖബ്ലിക്കും ബേജാറായില്ല. അതർത്ഥല്ല, അതിന്തർത്ഥ അതിനർത്ഥം ഇങ്ങനെ ആയിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള ആൾമാരെ നിങ്ങൾക്ക് നോമ്പ് കണ്ടായത് ഏതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് ആൾമാർക്കും നോമ്പ് കണ്ടായത്. അങ്ങനെ നോമ്പോ സൂറത്ത് മറിയം എടുക്കണോ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ അയിമ ഒരു ചെറിയ കിടാവിടെ എടുത്തോണ്ട് കൊണ്ട് ആൾമാരെല്ലാം ചെന്നാറ് ഇത് സമയമില്ല അപ്പൊ ഇല്ലാത്ത കിടാവ് ഔദുബില്ല ആരൊക്കെ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഈസാ നബി അലൈഹിസ്സലാം ചെറിയ കിടാവിടെ എടുത്ത് വന്നുകൊണ്ടു. ആ സമയത്ത് എന്ത് ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ ഇന്ന് നോമ്പ് നേർച്ചയാക്കില്ലേ. ഒരർത്ഥം സൗമ ഞാൻ നേർച്ചയാക്കില്ലേ. സൗമ നമുക്ക് നോമ്പ് പിടിച്ചിട്ടും എന്തൊരു സോറ ആൾമാരെ എന്തൊരു സോറ ഷഅബാനും ഇതേ സോറ, ഇനി ശവ്വാലും ഇതേ സോറ. റമദാൻ നോമ്പ് പിടിച്ചിട്ട് ഇഫ്താറല്ലാക്കി തിന്നെങ്കിൽ റയ്യാൻ ബായിട്ട് കൊണ്ടേ എന്തൊരു മുസീബത്തുണ്ട്. ലാലക്കും തത്തക്കവും തക്കോലുള്ള ആൾമാറാവുന്നത് നണ്ടൊട്ടിയെ ചൊല്ലേനി നണ്ടൊട്ടിയെ തക്കോയുള്ള ആൾമാറായിത്ത നോമ്പിലൂടെ റിസൾട്ട് കിട്ടിയിത്ത നോമ്പിലൂടെ എന്തൊരു റിസൾട്ട് കിട്ടിയിട്ട് സമ്മ പച്ചക്കായുടെ ജ്യൂസ് കുടിച്ചതാണ്. സമ്മ പച്ചക്കായത്തിന്റെ സമൂസത്തിന്റെ ഇത് 2 കമ്പത്തിന്റെ തിന്നിട്ട് കൊറടിയാക്കണോണ്ടാണ് നോമ്പിടർത്ത നോമ്പെന്തിക്ക് പന്താക്കിയ എന്റെ തടിയുടെ സമാക്കിയെങ്കിൽ റൂഹുടെ സമാക്കാവുള്ളൂ. ചെമ്മ ജില്ലവണ് ഒരു വിഭാഗത്തുമാക്കാവില്ലേ. അവന്റെ തടി സമമേ ആവില്ല. റിസൾട്ട് കിട്ടിയില്ല. നിസ്കരിച്ച നോമ്പെടുത്ത റിസൾട്ട് എന്തിനെ ലാലക്കും തത്തക്കവും അത് വന്നതേയില്ല. തത്തക്കവും തത്വ പഠിച്ചോണ്ട് വേണ്ടി ബിർസ അതെന്തും വന്നതേയില്ലേ. റിസൾട്ട് കിട്ടാത്ത പണിയെന്തിക്കാക്കണോ പെഞ്ഞായിച്ചൊന്നാൾ ഔത്തൊടുത്തു നോമ്പറക്കോ നേരം അവ എന്തും ഇല്ല. 3 ഘട്ടത്തോളം എന്തും ആയിട്ടില്ല ഔത്തൊടുത്തു. മാപ്പിള റൊട്ടിയെ ചെന്നാറോള നീങ്ങൊന്ന് ടൗണിൽ പോയി വരണോ, ടൗണിൽ പോയി വരണോ. അങ്ങനെ ഓൺ ടൗണിൽ പോയാൽ വന്ന ടൗണിൽ പോയാൽ വന്ന
ಓಲ್ ಎಂದಿಗೆ ಚಂದ್ರೆ ಟೌನ್ ಹೋಗೋಣ ನಿಂಗೆ ಅರ್ಥ ಆಯ್ತಾರೆ ಟೌನ್ ಹೋಗೋಣ ತಿನ್ನೋ ಎಂದಿಲ್ಲ ಬೆನ್ನ ಕೊಂಬರ ಬೈತಾರೆ ಇದೆಂದಿಲ್ಲ ಯಾರು ಬೈತು ನಮಗ ನೋಡ್ಬಿಡ್ತದೆ ರಿಸಲ್ಟ್ ಅಂದ್ರೆ ಯಾರು ಬೈಟ್ ಬಂದ್ರೆ ಟೌನ್ಗೆಲ್ಲ ಬೈಟು ಪಲ್ಲಿ ಚಿಕ್ಕಮಗಳೂರೆಲ್ಲ ಜೊತ್ತಿತ್ತು ಪಂಜೇನ ಮುಟ್ಟ ಬಂದ ಓಲ್ಮಿಂದ ನಿರ್ವಾಹ ಇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുട്ട നിക്കൊള്ളതാണ് ഇല്ലെങ്കിൽ ബുദ്ധിയുള്ളവരുണ്ടായ നിക്കേരിക്ക മാപ്പിളൊട്ടിയെ ചെന്നാലോ നീങ്ങൊന്നു മീൻ പിടിക്കുന്നവരുണ്ടായ ഒന്ന് ബലയിട്ടിട്ട് പറഞ്ഞു അങ്ങനെ ഓം പോയ ബലനെല്ല ചണ്ടിയാക്കിയ വന്ന ഒരു മീനും ഇല്ല പണിയാക്കില്ല റിസൾട്ട് ഇല്ല നോമ്പെടുത്തത് റിസൾട്ട് ഇല്ല ലാലക്കും തത്തപ്പൂൻ ഇല്ലേ ഇല്ല പണ്ടത്താട്ടി ഉഷാറ് എന്നേ സാറ് നാം വിചാരിക്കുന്ന ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ മുസീബത്ത് ഇത് മാത്രം ഞങ്ങൾ നന്നാവുടെ ഞങ്ങൾ സമാവാർത്ത ആക്കാത്ത കാലത്തോളം ഞങ്ങൾ നന്നാവുന്നതേ ഇല്ല ലാലക്കും തത്തപ്പൂൻ എത്ര വലിയ വിഷയമാണ് തക്കോളുള്ള ആൾമാർ നിങ്ങൾ ആവണോ ഈ വൃത്തി ചെല്ലുന്നതിൻ്റെ ആരോഗ്യം പലപ്പോഴും സോപ്പിട്ടിട്ട് അവന്റെ ഭയങ്കരാക്കിട്ട് നീനേ സ്വർഗാണ്ട് അവളും വിചാരിക്കുന്നത് നീനേ സ്വർഗം പോയ എന്തത്ര സുലഭം ലാലക്കും തത്തപ്പൂൻ ഇത് നിരാശാക്കലല്ല തന്റെ കൽബിടെ കൽകമുള്ള പണിയാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ നിസ്കരിക്കണം 5 വക്ത നിസ്കാരം ജമാഅത്തിലൂടെ നിസ്കാരം എല്ലാ ഇത് റിസൾട്ട് എന്ത്ര ബദലാവണയ്ക്ക് കൊതിക്ക് ഹജ്ജിക്ക് പോയ പോലെ കൊതിക്ക് ഹജ്ജിക്ക് പോയിട്ട് എങ്ങനെ പോയേ പണ്ട് കപ്പലിൽ ഹജ്ജിക്ക് പോകണേ കുറെ കെട്ടിക്കിട് ആ കെട്ടൊക്കെ കൊതിക്കൊന്നും തെച്ചിത്തോളാം സാമാന്യ ചൊല്ലേണ്ടുള്ളൂ കുറുക്കൻ ഹജ്ജിക്ക് പോയതുപോലെ അങ്ങനെ ജിദ്ദത്തിഞ്ഞിട്ട് മക്കത്തും പോയിട്ട് തിരിച്ചു പറയുമ്പോൾ ഒണ്ടൊട്ടിയെ വന്ന് ഈ പോയ മനുഷ്യൻ അവനും സുബ്ഹാനല്ലാഹ് ഒന്നും വണ്ടി കൊടുത്തോണ്ടിരുന്നവൻ അതിലിപ്പോ ഹജ്ജിൽ പോയി വന്നിട്ട് അതിനായിട്ട് ഉഷാറിൽ വണ്ടി കൊടുക്കണേ പിന്നെ അവൻ ഞാൻ വണ്ടി തന്നെ ചൊല്ലോ അവളുടെ അവ കടകേക്കടാണോ നമുക്ക് 50,000 രൂപ കടവേണ്ടല്ലേ ആചാരന്റെ ചൊല്ലണം ആദരിച്ചിട്ട് കടവേണ്ട ചൊല്ലുമ്പോ കൊടുക്കില്ലേ പിറ്റേന്ന് വന്ന് ഇല്ല മൂന്നാമത്തെ തിരി ആളെ കൂട്ടി തന്നെ 50,000 അങ്ങനെ ചെല്ലണ്ടേ ഇവിടെ 1.5 മാസമായിട്ടുള്ളൂ ഇതൊരാൾ ഇന്നലെ ചെന്ന അനുഭവം എന്ത് മുസീബത്താണ് കൊതിക്ക് ഹജ്ജിൽ പോയ ആ കൊതിക്കയും ഇയാളും എന്ത് വ്യത്യാസമാണ് മുന്നോട്ട് പോകുമ്പോ 10 കളവാ ചെന്നോണ്ടിരുന്നെ ഇന്ന് ലോക കളവുള്ള ആളായില്ല ഗസാലി ഇമാം ഹജ്ജിൽ പോകുന്ന എപ്പോ ഒന്നുണ്ട കൽബിടെ കൽക്കിട്ട് ഹജ്ജിൽ പോയിട്ട് പഠിച്ചോണ്ട് ഒന്നെത്തിയിട്ട് ആ ഭവനത്തിൽ എത്തിയിട്ട് ഇതില്ലാണ്ട് 1000 ഹജ്ജാക്കിയിട്ടും കാര്യമില്ല ഇതില്ലാണ്ട് 1000 റമദാൻ തറാവി നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്റെ റിസൾട്ട് വന്നില്ല ലാലക്കും തത്തഖൂൻ നീ വേർച്ചിന് ഞാൻ ചെല്ലോ നക്ക് വന്നിട്ടുണ്ട നണ്ടൊട്ടിയെ ഞാൻ ചെന്നോട്ടുള്ളേ തന്റെ നോമ്പ് എന്തെങ്കിലും ഞാൻ കേൾക്കണോ 30 നാൾ സമാധി ഇട്ടിട്ട് പെരുന്നാളിനൊക്കെ തിന്നരുത് സാർ പെരുന്നാളിനെ വിളിച്ച 30 നാൾ നോമ്പ് പിടിച്ചിട്ടുള്ളപ്പോ 30 നാൾ നിയന്ത്രിക്കൽ കേൾക്കുമ്പോൾ എനിക്ക് 30 നാൾ പട്ടിയെ തിരിച്ചിട്ട് ഭാവം എന്തില്ല തണ്ണി ഒരു ഈത്ത പകവേദിക്കേ ചെണ്ട പെരുന്നാളിനുണ്ട് 30 നാൾ പിടിച്ചില്ലേ നോമ്പ് ചെന്നിട്ട് പെരുന്നാളിനെ സുഖമാക്കണം സുബൈക്ക് എന്തൊരു മുസീബത്ത് ലാലക്കും ഇതാ നോമ്പു ഇതെന്ത് നോമ്പു ഇത് നോമ്പേ അല്ല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും തന്റെ ഭയത്ത് കൺട്രോൾ ആവണോ ആവുന്നതേ ഇല്ല ഭയത്ത് കൺട്രോൾ ആവുന്നതേ ഇല്ല ഇതാക്കണം ചെന്നു ഇതാക്കാത്ത കാലത്തോളം ഒരു റയ്യാണ്ടോറും ഇല്ല ഒരു നോമ്പും നമുക്ക് ഫലപ്രദമായി കിട്ടിയോണ്ടേ ഇല്ല അങ്ങനെ തത്തഖൂൻ ഒരു ചെന്ന് മുന്നത്താന്മാരെ നോക്കൂ എങ്ങനെ ഇന്നീ നദർത്തു നാണിച്ചുള്ളൂ വിചാരിച്ചതല്ലേ ഇന്നീ നദർത്തു ലിർറഹ്മാനി സൗമ നാണ് റഹ്മാനായ റബ്ബു സൗമ നേർച്ചയാക്കിയ നോമ്പ് നേർച്ചയാക്കിയ എന്തിനെ നോമ്പു ഫലൻ തുകല്ലിമൽ യൗമ ഇൻസിയ നാളെ ഒരു മനുഷ്യരൊട്ടിയുണ്ട് മുണ്ടല്ലേ അതാണ് നോമ്പ് മുണ്ടല്ല അകത്തിയുള്ളതുകൊണ്ടാ മറിയം ബീവി പരിപാടി നോമ്പ് എന്തിനു കൊണ്ടുള്ള പടച്ചോണ്ടൊട്ടിയ മുണ്ടില്ല പടച്ചോണ്ടൊട്ടിയ കൊണ്ടല്ലേ നോമ്പു പടച്ചോണ്ടൊട്ടിയ മുണ്ടോകാണ് നോമ്പു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് നോമ്പ് കാലത്ത് ആരെങ്കിലും വന്നിട്ട് നിന്റെ ഒട്ടിയ മുണ്ടോ തുടങ്ങിയാൽ അപ്പ നീ ഇന്നീ സായിമുൻ ചൊല്ലു അത് ബായിൽ ചൊല്ലുക കിബർ പണ്ടില്ല അറിയാ പണ്ടില്ലാണ്ടേ ബായിലെ ചൊല്ലാം ഇന്നീ സായിമുൻ ഞാൻ നോമ്പുകാരനായല്ല ചൊല്ലാം അല്ലെ മനസ്സിലെങ്കിലും ചൊല്ലിട്ട് എല്ലാ ചാറും നോക്കണം ഇന്നീ സായിമുൻ ഇത് ഞങ്ങളെ കൊണ്ടാവുക ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ക്ലാസ്സിൽ വെച്ചാൽ ഇത് കേൾക്കുന്ന വോയിസ് കേൾക്കുന്ന ആളുമാണ് ഇതൊരു പ്രതിജ്ഞ ഇതൊരു കട്ടായ പ്രതിജ്ഞ ഇതൊരു നേർച്ച ഇതില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇനി ഇണക്കിനി 1000 വർഷം ആയുസ് കിട്ടിയപ്പോൾ എന്തുള്ള ആവത്ത് കൊണ്ട് നാളത് നേർച്ച തന്റെ നാവിനെ നാം കൺട്രോൾ ആക്കട്ടെ നരകത്തിൽ കൂടുതൽ പോകുന്ന കാരണം നാവുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വടിവാട്ടിട്ട് ഈ നാവിനെ നാം കൺട്രോൾ ആക്കണായിട്ട് നേർച്ച ഷാദുലിമാവിടെ ഒന്നിത്തിട്ട് അള്ളാഹുടെ ഭവനത്തിൽ വെച്ചിട്ട് കണ്ടെട്ടിയ ഒരു പ്രതിജ്ഞ നാളെ സുലഭത്തില്ല നാളെ ഒരു പ്രതിജ്ഞ അതാണ് നാളെ നന്നാവിടെ
നാളെ ഇന്നത്തെ വലിയ അഭിപ്രായം ചൊല്ലുകയില്ല, ഇന്നത്തെ ചെല്ലുമ്പോൾ തന്നെ രണ്ട് കാലത്ത് ഞാൻ കൈപിടിക്കലേ, അങ്ങനെ ആയെങ്കിൽ മാത്രമാണ് നാളൊരു മനുഷ്യരൊട്ടിക്ക് മുണ്ടില്ല, അള്ളാഹുരൊട്ടിക്ക് ഞാൻ മുണ്ടേ അനഗത്യമായ വിഷയത്തിൽ മുണ്ടില്ല ചൊത്ത് മുണ്ടിയില്ല. എന്നിട്ട് ഭാഷാറ ഇങ്ങനെ സൂചനാക്കി, അതാ തൊട്ടിയിൽ ഒരു കിടാവുണ്ട്, ആ കിടാവുണ്ടിയെ കുറിച്ച് അങ്ങനെ ആ തൊട്ടിയിൽ കിടന്നിട്ടുള്ള കിടാവുരൊട്ടി എന്തിനാ ഞങ്ങൾ ഉണ്ടിട്ട് മറിയം മുണ്ടി ഒട്ടില്ലേ, കിടാവുരൊട്ടി ഉണ്ടോളൂ എന്തിനും ഉണ്ടായിട്ട് അച്ചരി ആയിട്ടിരിക്കുമ്പോഴാണ് കിടാവുണ്ടി കൊണ്ടുണ്ട് وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون. هذا مريم യുടെ മോനായ ഈസയാണ്, അല്ലാഹുവിന്റെ മോനല്ല. ഒരാൾ അങ്ങനെ ചൊല്ലാറ് ذلك عيسى ابن مريم. ഈ കിടാവ് അഡ്രസ്സുണ്ട്, ഈ കിടാവുടെ ഉമ്മ അത് മറിയം ബീവി റളിയല്ലാഹു അൻഹ. സ്വന്തം കിടാവ് തൊട്ടിൽ വെച്ചിട്ട് ഉണ്ടിയുണ്ടല്ലോ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ ചൊന്നത് റിസൾട്ട് ഇതാണ്, നോമ്പുടെ റിസൾട്ട്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. ഇതില്ലാത്ത കാലത്തോളം നോമ്പ് കർത്തയില്ല, നോമ്പ് റിസൾട്ട് കണ്ടില്ലേ. ഞാൻ ചൊന്നത് അതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈമയിൽ വെച്ചിട്ടുള്ള സുബൈക്ക് നോക്കുമ്പോ അവിടെ ഖാദിം ഇറങ്ങിക്കൊണ്ടു, ഫുഡ് ഒന്നും റെഡിയായിട്ടില്ല. ഖാദിം എന്തോ ആയിട്ടില്ല, എന്തിനാ ഞാൻ മണിക്കൂറിക്കൊന്നും പോലെ അങ്ങനെ ചെന്നാല് അപ്പുറത്തെ ഖൈമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ഒന്ന് പോയിട്ട് കരയെടുത്തവർ ഖാദിം ഇവിടെ കിടത്തിയത്. അങ്ങനെ ഖാദിം അവിടെ പോയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ടെങ്കിലും നാളെ പ്രതിജ്ഞ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെന്നാറുള്ള ആ അടിമട വലിയ അടിമടയില്ലേപ്പാ ഇന്നവും നവും സാമാന്യമായിട്ട് നിങ്ങൾ എന്തോ വർക്ക് പോവാ സിമ്പിൾ വിഷയം. ഞങ്ങൾ ദീപത്തിൽ ചെല്ലുമ്പോഴും ചൊല്ല, ദീപത്തിൽ ചെന്നുകൊണ്ടുള്ള എല്ലാം മുൻപടി വെച്ചിട്ടാണ് ചൊല്ലുന്നത്. ഇന്നവും നവും സംഭവം ശരിയല്ലേ, ഭയങ്കര വർക്കുണ്ട്. ഒരു തമാശക്ക് ചെന്ന പോലെ ചെന്നാൽ ഇന്നവും നവും ചെണ്ടാൻ ചെന്നാൽ ഭയങ്കര വർക്കല്ലേ. അങ്ങനെ ഈ ഗുലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയി പോയിട്ട് എന്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അത്താറത്ത് എന്തില്ല വേണോ അങ്ങനെ അത്താറ് കൊണ്ട് ടൈത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കരി കൊണ്ടിട്ടല്ല അത്താറ ലൈറ്റ് അത്താറായ നാണെന്തോ ആക്കിയില്ല, ഇയാൾക്ക് ഇയാളെ ಬಗ್ಗೆ കുത്തണമില്ല, നാണെന്തോ ആക്കിയില്ല ഉറങ്ങിയിട്ടില്ല, അങ്ങനെ തിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താറ കൊണ്ടിട്ട് അയാൾ വിചാരിച്ചിട്ട് ആരും കൊമ്പെന്നാണ് വേഗം വന്നിട്ട് എന്തില്ല എന്തില്ല നിങ്ങൾ അത്താറ ഉണ്ടാറുണ്ടല്ലോ നബി സല്ലല്ലാഹു അങ്ങ് അത്താറ നീ കളവ് കൊണ്ടേണ്ട നബി സല്ലല്ലാഹു കളവ് ചെയ്യണ്ട, ഇയാൾ എന്താ മോചൊന്നുണ്ടോ. അങ്ങനെ എല്ലാവരും പോയാ കേസ് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയിട്ട് നിങ്ങൾ അത്താറുണ്ടാറല്ലേ, എന്തൊരത്താറാ, നിങ്ങളുടെ സഹോദരന്റെ ഇറച്ചി നിങ്ങൾ തിന്നാറല്ലേ, നിങ്ങളുടെ പല്ലുടെ ഇടൽ ആ ഇറച്ചി ഞാൻ കണ്ടോണ്ടല്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ സിഹത്ത് നോക്കെന്തും ആ സംഭവത്തെ ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും ഒരു സംഭവം നോക്കണം. നിങ്ങളുടെ പല്ലുടെ ഇടൽ ഈ ഇറച്ചി ഞാൻ കണ്ടോണ്ടല്ലേ. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊന്ന് മാപ്പാക്കുറുണ്ട്. ഞാൻ മാപ്പാക്കണ്ട, എലോട്ടി മാപ്പി കേൾക്കണത് എലോട്ടി. ഞാൻ ആരാരെ എണ്ണിട്ട് ഞാൻ സ്വതക്കൊടുത്തെങ്കിൽ പൈസ വന്നിട്ട് ലോകത്തുള്ള എല്ലാവരും ആരെ എണ്ണിട്ട് ജീവിതത്തിൽ വന്നിട്ട് അതല്ല പരിഹാരത്തിൽ 10 ലാക്കുക പള്ളി കെട്ടുവാട്ടി. എന്ത് പരിഹാരമാണ്? ഒരു പരിഹാരമാവണ്ടേ? അവണ്ടൊട്ടി പോയി ഇതിന്റെ 10 ലാക്ക് വൈത്തുണ്ടാണ് നീ 10 കോടി കൊടുത്തെങ്കിലും പരിഹാരമാവണ്ടേ? ഞാൻ ഏത് സാധുവായ ആളെ മനസ്സിലൊമ്പലാക്കിയും കൊണ്ട് ദീപത്തിൽ നിന്നുകൊണ്ട് ദീപത്തുള്ളതല്ലേ തങ്ങളോട് ഈ കേട്ടാറാ സംശയം. ഉള്ളത് ചൊല്ലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉള്ളത് ചൊല്ലത് ദീപത്ത്, ഇല്ലാത്തത് ചൊന്നക്കളോ, ഉള്ളത് ചൊല്ലത് ദീപത്ത്, ഇല്ലാത്തത് ചൊന്നക്കളോ. ഒരു നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ಬಗ್ಗೆ ഇന്നഹു നൗമൻ ചൊല്ലൊരു ചെറിയ പലക്ക ഞാൻ അതാ ചൊല്ലു, അതാ ഞാൻ ചൊല്ലു. അതല്ലല്ലേ അതിനാട്ടി അപ്പുറത്ത് എന്തെല്ലാമാണ് ഒരാളെ പുറത്തെ കഥ ചെല്ലു. യാ റബ്ബി എത്ര കൺട്രോളാണ്. അങ്ങനെ മസ്ലഹത്തിൽ നിന്നും മാത്രം കൊണ്ടുപോകും, പിന്നെ അതിനെ പറ്റി കൊണ്ടുപോകുകയാണ്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഐമ ഒരു നാൾ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണെ ഐമയുടെ ಬಗ್ಗೆ ചെന്ന് ഇങ്ങനെ ഐമത്തിൽ കുർതു വായിച്ചൊന്നുമില്ല, സൂചനാക്കിയ ദീപത്തായി പുറത്ത് നടന്നുകൊണ്ട് പോയോണ്ടിരിക്കുമ്പോൾ അവൻ ഡോം കൊണ്ടുപോയിരിക്കുക. എത്ര കളിയാക്കുക, എത്ര ആളെ നോക്കി എന്നടാ നോൻ പിടിച്ചിട്ടേ പിന്നെ അറിയാണ്ട് സ്വർഗത്ത് പോകണ്ടേ, അവിടെ റെഡിയായി വെച്ചിട്ട് അറിയാണ്ട് പോണേ. അങ്ങനെ ഇങ്ങനെ അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ചെന്ന് ഇത് സമയം സ്വന്തം പെഞ്ഞായിലെ വലിയ ആയിഷ വീട്ടിൽ എത്ര പിരിസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നീ ചെന്നത് ദീപത്തായി പോയിട്ട് ഞാൻ ചെന്നത് ദീപത്തായി. അതെ നിന്റെ ഈ പലക്ക കടലിലെ തണ്ണി കിട്ടി വിശ്രാക്കിയപ്പോൾ കടലിൽ തണ്ണി അങ്ങ് നാറിപ്പോകും, അങ്ങനത്തെ പലക്കാണ് നീ ചെന്നത്. കസീറ
ಸಫಿಯತ್ತುಳ್ಳಿ ಕುರ್ತಲ್ಲಿ ಒಳ್ಳೆಯದಿಲ್ಲ ಕುರ್ತೆ ഇന്ന് നമ്മളോടത് ഒരു പെണ്ണിനെ വന്നിട്ട് സമാധാനം ആയിഷത്തെ പോകുമ്പോൾ ഇവിടെ വന്യന്ത്രമാ ചത്ത് ഇങ്ങനെ കാട്ടി തുറക്കതി നിലീപത്താണ് ചെന്നിരുന്ന ഇപ്പിത്തോട് സമായം പിന്നെ ആ ഭാഗത്തുകൊണ്ടല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദൈവത്തിന്റെ ಬಗ್ಗೆ ചെല്ലെങ്കിൽ അത് വേറെ ഒരു അധ്യായം ഞങ്ങളുടെ വിഷയം അതല്ല ഞാൻ ചൊന്നില്ല അല്ലക്കൊണ്ടത്തെ കൊണ്ടൊന്നെങ്കിൽ അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എത്തമാണ് എല്ലാവരും ഹദീസ് കൊണ്ട ബുഖാരിയിലാണ് അസഖുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശരിയായ കിതാബ് ഏതെങ്കിലും ബുഖാരിയാണ് ആ ബുഖാരി ഇമാം എന്ത് ചൊല്ലുന്നുണ്ട് മഖ്തബ്തു അഹദൻ മുൻദു അലിംതു അന്ന ഗീബത ഹറാം ഗീബത്ത് ഹറാമുകൊണ്ട് എപ്പനൊക്കെ വന്നതില അണ്ട് മുതൽ ഒരാളെയും ഞാൻ ഗീബത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തക്കവ എത്രയായിരിക്കും ഞങ്ങളുടെ പവർ എത്രയായിരിക്കും ഞങ്ങളുടെ നിയന്ത്രണം എത്രയായിരിക്കും വല്ലാത്ത നിയന്ത്രണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്നിട്ടുണ്ട് നിന്റെ ഭക്ത കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈ തൊട്ടത് മുതൽ ഈ കൈ കൊണ്ട് നിന്റെ ഗുഹ്യസ്ഥാനത്ത് നിന്റെ കൈ തട്ടിപ്പിക്കാനായിട്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ കൈയുടെ പോലുണ്ടല്ലോ ചെന്നോണ്ടേ ഈ കൈ ഒരാൾക്ക് തട്ടി അതുകൊണ്ട് ആ ഒരാൾ ഓർമ്മ അപ്പൊ അങ്ങനെ പ്രതിജ്ഞ ചെന്നെങ്കിൽ പ്രതിജ്ഞമേ ഒരു നാൾ പ്രതിജ്ഞയാക്കി പോയിട്ട് ഒരു നാൾ മാത്രം രണ്ടാമത്തെ അത് ചേഞ്ച് ആവുന്നതല്ല അപ്പൊ ഈ ചൊന്നതിൽ മുഷാറത്താൻ ചൊന്നതിൽ പെട്ടത് 4 മാർഗമുണ്ട് ഒന്ന് മുഷാറത്ത അത് മാത്രമാണ് ഞാൻ ചെന്ന് അതിൽ പിന്നെ മുറാഖബ മുഹാസബ മുഅഖബ അങ്ങനെ 4 തീർവാണ് ഇമാമിങ്ങൾ പരിപാടി അപ്പൊ ഇപ്പൊ ഞാൻ ചെന്നത് മുഷാറത്ത അഥവാ എന്റെ വീട്ടിൽ ഞാൻ നിബന്ധനാക്കുള്ള ഏറ്റവും നല്ല തീർവാണ് എന്റെ വീട്ടിൽ നാനേ സമാധിയുണ്ട് ലോകത്ത് നല്ല സവാക്ക് ആർക്കും സാധ്യയില്ല കുർദി ചൊല്ലുക ആർക്കും സാധ്യയില്ല കുർദി ചെല്ലുമ്പോൾ പലപ്പോൾ നിങ്ങൾ എത്ര ചിന്തഭാവിയ ഇത് സാധനം ചിലപ്പോൾ ചൊല്ലുക മനസ്സിലെ സ്വാഭാവികല്ലേ അങ്ങനെ സ്വന്തം ഉണ്ടാവട്ടെ അസമൊന്നും ഇല്ല സ്വാഭാവികമാണ് മനുഷ്യരില്ല വേറെ സ്വന്തം എത്ര ചെല്ലുക എത്ര നിങ്ങൾ ചെന്ന് വെച്ച് അപ്പോ അതൊന്നും വിഷയമല്ല നല്ല സവാഹത്തിൽ നാണ് മാത്രം ഈ ഒരു നിയത്തും ഈ ഒരു ബുദ്ധിയും ഈ ഒരു നിർബന്ധ ബുദ്ധിയും നോക്കിയിട്ട് എല്ലാ നാളും ഫജ്റിൽ പിന്നെ ഈ മുഷാറത്താക്കണം സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു സംഭവം നാനോട് ചെന്നത് കൊണ്ട് എല്ലാ ആളുമാരും നല്ലൊട്ടി ഫസ്റ്റ് നാളുടെ ഒരു നിയത്താക്കി റമദാൻ രണ്ടാമത്തെ നാൾ സുലാഭത്തെ നിയത്ത് എന്തുകൊണ്ട് വിചാരിച്ചിരുന്നത് സാധ്യമേ അല്ല അത്ര കഷ്ടപ്പെട്ടിക്കാതെ നാണ് നിയത്താക്കി ഞാൻ ഒരാളെയും എണ്ണത് കൊണ്ടുണ്ടേ നാണൊന്നും കല്ലൊന്ന് സമാക്കിട്ട് ജയിക്കണമോ ഞാൻ കേൾക്കുമ്പോഴാണ് കല്ലൊന്ന് മലിനാവും അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാനില്ല എന്റെ നാവിലൊന്ന് കൺട്രോൾ ആക്കണമെന്ന് ചൊല്ലൊരു നിയത്ത് ഈ റമദാനിൽ ആക്കിയേ തീരും അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഉപകാരമേ ഇല്ല എല്ലാം ബാത്തിലായി പോയി തരും ഒരു ഉമ്രത്ത് കൊണ്ടാകും ഞാൻ പലപ്പോഴും ചെന്നത് ഒരു ഉമ്രത്ത് പോയിട്ട് അവിടെ ഒരു ഉമ്ര സമാധാനം പിന്നെ 10 ഉമ്രകളാണ് ആ ക്വാളിറ്റിയിലെ കർസമുണ്ട് കുറിപ്പിടങ്ങളുണ്ട് ആക്കിയിട്ട് പിന്നെ അധികം ആൾമാരും അവിടെ വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യം കുറിപ്പിട അമീന്ദരുടെ എല്ലാവരും ഇങ്ങനെ ഹറമാണ് വെച്ചിട്ടുണ്ട് 1 ലക്ഷം ഇങ്ങനത്തെ ലോസ് കച്ചവടം ദുനിയാവിൽ ബുദ്ധിയുള്ളവനാക്കുവാണ് ഉമ്രത്ത് പോകണം ഇത്ര പൈസ എത്ര ഉണ്ട് കൊറോണത്തിൽ പിന്നെ ആറായില്ല അവശ്യമേ 1 ലാഖ് കൊടുക്കണം അങ്ങനെ 1 ലാഖ് കൊടുത്തിട്ട് 1 ലാഖ് മണിയോള കച്ചവട പിന്നെ പർച്ചേസിംഗ് എനിക്ക് പൈസ എത്ര വേണം 50,000 1 ലാഖ് 6 വേണം ഇതെല്ലാം ആയിട്ട് പോയിട്ട് ഹറം വെച്ചിട്ട് ഗ്രൂപ്പ് അമീറിന്റെ അവിടെ പിന്നില്ല കലപെട്ടോട്ടാണ് എന്തെങ്കിലും സമായി ഹിന്ദ സമായി ഇപ്പൊ നാടൊന്നും കുട്ടിക്ക് അപ്പൊ ഞാൻ കേൾക്കുന്നത് എന്തിനും ഞാൻ ഉമ്രത്ത് പോയില്ലേ ഹിന്ദിക്ക് ഉമ്രത്തിൽ പോകണം ലോസ് അല്ല ഇങ്ങനത്തെ ലോസ് കച്ചവടം ദുനിയാവ് ആരെങ്കിലും ഒത്താക്കുവാണ് അവിടെ പോയി അപ്പൊ ഒരു ഉമ്രാക്കി പലപ്പോഴും വിചാരിച്ചതുകൊണ്ട് വന്നത് ഒരു ഉമ്രാക്കിയിട്ട് സീത അടുത്ത ഫ്ലൈറ്റിൽ പത്തോണം നേരെ രായത്ത് പോയെങ്കിൽ ഈ കഷ്ടം വന്നാക്കി ഒന്നെങ്കിലും വെച്ചാൽ ഇല്ലെങ്കിലാ പിന്നെ ഒലിമ്പാക്കടാ ആ ഒലിമ്പോ പോയിട്ട് ഈ ഒന്നും പോയിട്ട് പൈസ പോയിട്ട് എന്ത് പറയുന്നത് നാം വിചാരിച്ചിട്ട് അല്ല ഉമ്രത്ത് ഇല്ല ഉമ്രത്ത് അടുത്ത ഉമ്രത്ത് കൊണ്ട് റെഡിയാവും സുഹൃത്ത് ഈ ഉമ്രത്തെ അടുത്ത ഉമ്രത്ത് ഇടയ്ക്കുള്ള എല്ലാ ദിവസവും കൊടുക്കപ്പെട്ടത് അതീത് ഞാൻ കേട്ടതല്ലേ പ്രതിഫലം കേട്ടതല്ലേ നമ്മൾ വൃത്തി കേട്ടതല്ലേ എല്ലാവും ആവണുണ്ടായെങ്കിൽ ഞാൻ ഇന്നലെ ചൊല്ലില്ലേ ജഡ്ജാക്കളും ചൊന്നെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടി എസ്എൻസിൽ ഫൈലായിട്ട് ഞാൻ ജഡ്ജാക്കളും ചൊന്ന് ഭയങ്കര ഞാൻ എസ്എൻസിൽ ഫൈലല്ലേ ഞാൻ വക്കീലാവട്ടെ ഈ പ്രതിഫലങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം മുത്തുനിമിഷം വാഗ്ദാനാക്കിയതാണ് അത് അസ്വാദത്തുൽ മസ്ദൂഖാണ് ലോകത്ത് അങ്ങനെ സത്യം ചൊന്ന ആളില്ല അത്രയും വലിയ സത്യസന്ധനാണ് മുഹമ്മദ് റസൂലുള്ളാഹി ആ നാവിലൂടെയാണ് വർത്തമാനം പക്ഷേ അതെല്ലാം കിട്ടണുണ്ടായെങ്കിൽ ഒരു
ചെറിയ ക്വാളിഫിക്കേഷൻ എങ്കിലും ഞാൻ ഉണ്ടാക്കണോ. ഇതെല്ലാം കേൾക്കുമ്പോ ഇതെല്ലാം വായിക്കുമ്പോ എന്റെ ಬಗ್ಗೆ ഞാൻ കൊണ്ടാവണോ, ಅದಕ್ಕೆ ನಾನು എത്തിയിട്ടില്ല, ഇനിയും ഏറ്റവും സുമാറുണ്ടോ, ಅದಕ್ಕೆ പണിയാക്കണോ. ഇതുപോലെ നമുക്ക് പണിയാക്കണಕ್ಕೆ താഴ്മാറാക്കട്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുണ്ട്. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാൻ. നമുക്ക് നല്ല ഈമാൻ നൽകണം റഹ്മാൻ. റബ്ബേ, ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാൻ. പറയുന്നതിനേക്കാൾ വലിയ ഇഖ്ലാസും ഖുശൂഉം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിൽ ഇതുവരെ ഇരുന്ന മുഅ്മിനീങ്ങൾ, ഈ പള്ളിയിൽ സുബഹി നിസ്കാരത്തിൽ വന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും സന്തോഷവും വർദ്ധിപ്പിക്കണം റഹ്മാൻ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാൻ. നമ്മുടെ നാവും കണ്ണും ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾ നിയന്ത്രിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. ഞങ്ങളുടെ തല മുതൽ കാല് വരെ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ജീവിക്കുന്ന അല്പസമയം നിന്നെ പേടിച്ച് നിന്റെ പൊരുത്തത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. നിന്റെ മഹബ്ബത്ത് മഅരിഫത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. ഖൗമിന്റെ റിസൽട്ട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാൻ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണം റഹ്മാൻ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകൾ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകൾ ഞങ്ങൾക്ക് നീ മാഫാക്കി തരണം റഹ്മാൻ. ഞങ്ങളെല്ലാം നിന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ഖൽബൊന്നും നീ ശുദ്ധിയാക്കി തരണം റഹ്മാൻ. അവിടെ നിന്റെ സ്നേഹം നൽകണം റഹ്മാൻ. നീ ഞങ്ങളെ സ്നേഹിക്കണം റഹ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. അവസാനം മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ നൽകണം റഹ്മാൻ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. ഖബറിൽ രക്ഷപ്പെടുത്തണം റഹ്മാൻ. മഹ്ശറയിൽ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഹൗദുൽ കൗസർ നൽകണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗത്തിൽ ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. അതിന്റെ തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെയും നമ്മുടെ ഭാര്യ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നീ ഇല്ലാതെയാക്കി തരണം റഹ്മാൻ. എല്ലാ മരങ്ങളെയും നീ നീക്കണം റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഖൈരി ഖൽഖിഹി വനൂരി അർശിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.